ഒരുമിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ തിരുവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് ഒരുക്കിയ പ്രത്യേക സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. परमेश्वर के नाम की स्तुति हो और एक पवित्र दिन परमेश्वर की उपस्थिति में आने के लिए और प्रभु से वचन सुनने के लिए ऐसा मौका अवसर हमारे जीवन में दिया, उसके लिए प्रभु का धन्यवाद करते हैं। കഴിഞ്ഞ 2 രാത്രിയിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 11, 18 അധ്യായങ്ങളിൽ പറയുന്ന 2 ഉപമകളെ ആസ്പദമാക്കിക്കൊണ്ട് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पिछले 2 दिन लूका रचित सुसमाचार 11वां और 18 अध्याय में से प्रार्थना के संबंधित कुछ विषयों के बारे में हम मनन कर रहे थे. ആ വിഷയം സംസാരിച്ചു വന്നപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ അധികമായ നിറവ് പ്രാപിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാൻ തക്കവണ്ണയായിട്ട്. और उस विषय की चर्चा करते समय, प्रचार करते समय पवित्र आत्मा ने पवित्र आत्मा की भरपूरी के बारे में थोड़ा ज्यादा ध्यान केंद्रित करने का प्रेरणा दिया. ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് ഈ സബ്ജക്റ്റ് പൂർത്തീകരിച്ചിട്ട് ഇന്നലെ മറ്റൊരു കാര്യം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ നിലയിലാണ് ദൈവാത്മാവ് നടത്തുവാനിടയായി തീർന്നത്. सच कहूं तो मेरा इच्छा था पहले दिन उसको समाप्त करके अगले दूसरे दिन दूसरा एक नया विषय को ले, लेकिन परमेश्वर की आत्मा ने इस रीति से चलाया. ഞാൻ പറയുന്നത് ദൈവമക്കളെ വിശ്വസിക്കുമെന്ന് കരുതുന്നു. ഇന്നലെ രാത്രി തിരുവചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പിന്നെയും ചില കാര്യങ്ങൾ കൂടെ ഹൃദയത്തിൽ ഇടപെട്ടിട്ട് ആ ഭാഗം കൂടെ പറഞ്ഞു വേണം ഇത് പൂർത്തീകരിക്കാൻ എന്നുള്ള വലിയ ഒരു നിയോഗം ഹൃദയത്തിനകത്ത് ഉണ്ടാകുവാനിടയായിട്ട്. मैं विश्वास करता हूं आप लोग मेरा विश्वास करेंगे. कल रात को प्रार्थना के उपरांत इस विषय को लेकर जब प्रार्थना किया, पवित्र आत्मा ने और कुछ विषय दिया जो कहकर ही इसको समाप्त करना, ऐसा एक नियोग मेरे अंदर दिया है. ആമീൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങളുടെ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെക്കുറിച്ച് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ദൈവമക്കളുമായിട്ട് പങ്കുവച്ചതിന് ശേഷം ഇന്ന് രാത്രി ഒരു പക്ഷേ സമയം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു വിഷയം തുടങ്ങി വെക്കാം. ഇല്ലെങ്കിൽ നാളെ രാത്രിയിൽ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. इसलिए परमेश्वर की इच्छा के अनुसार और पवित्र आत्मा जो प्रकाशन देता है उसके मुताबिक उसी विषय के ऊपर थोड़ी और बातों को चर्चा करना चाहेंगे. अगर समय मिलता है तो नया विषय जो है उसको हम लोग शुरुआत करेंगे, अन्यथा नया जो विषय है वो कल रात को हम देखेंगे. सब लोग प्रार्थना के साथ रहे. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രാരംഭമായി നമ്മൾ പ്രാപിക്കുന്ന ഒരു നിറവിനെ കുറിച്ചല്ല കർത്താവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. അധികമായി നമ്മൾ നിറഞ്ഞു വരുന്ന ഒരു കവിഞ്ഞൊഴുകുന്ന ഒരു വലിയ ആത്മനിറവിന്റെ പ്രവാഹത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. मसीह लोग प्रार्थना के साथ है, ऐसा मैं उम्मीद करता हूँ. एक पवित्र आत्मा का एक आरंभ का जो भरपूरी है उसके बारे में नहीं, लेकिन और भी ज्यादा बढ़ते हुए हमारे अंदर उस पवित्र आत्मा भर के बाहर निकलना है, बहना है, इस अवस्था में पहुंचने के बारे में परमेश्वर की आत्मा हमें स्मरण दिलाता है. ആ ഒരു നിലയിലുള്ള ശക്തമായ കവിഞ്ഞൊഴുക്ക് നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുവാനും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നമുക്കും കൂടെ പ്രയോജനം വരുന്ന നിലയിൽ ഫലപ്രദമായ നിലയിൽ പൂർത്തീകരിച്ചുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ കർത്താവിന് നമുക്ക് നിൽക്കുവാനും കഴിയത്തുള്ളൂ. और इस तरह से बाहर निकलने वाला एक आत्मा हमारे अंदर हो तो ही हम परमेश्वर के लिए उपयुक्त हो सकते हैं और हम हमारे जीवन में भी उसका लाभ और उसका उपयोग हमारे जीवन में होते हुए परमेश्वर ने हमें सौंपा हुआ उस सेवकाई को परमेश्वर की अपेक्षा के अनुसार हम उसे पूरा कर पाएंगे. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ ദൈവമക്കൾക്ക് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 നമ്മൾ കാണുന്നുണ്ട്. एफेसियों की पत्री 1:18 में प्रेरित पौलुस ने इस विषय के लिए एफेसी कलीसियाओं के लिए जो प्रार्थना का विनती किया उसको हम वहां पर पढ़ते हैं. ആ 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗം മുതൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: തന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അത്യന്ത വലിപ്പം ഇന്നതെന്ന് നാം അറിയേണ്ടതിന് താൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. और तुम्हारे मन की आंखें ज्योतिर्मय हो कि तुम जान लो कि इसके बुलाने से कैसी आशा होती है और पवित्र लोगों में उसकी मिरास की महिमा का धन कैसा है, ये समझने के लिए वो प्रार्थना करते हैं. ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ എന്നാണ് ആദ്യം പറയുന്നത്. परमेश्वर का जो महिमा का धन है उस सामर्थ्य की व्यापार की वजह से. ഇവിടെ പറയുന്ന ഈ വാക്യങ്ങളൊക്കെ ദൈവമക്കള് ഇംഗ്ലീഷ് ഭാഷാന്തരം കഴിയുമെങ്കിൽ കിങ് ജെയിംസ് വേർഷനിൽ നിന്ന് പഠിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും.
और जो वचनों को यहाँ पर बताते हैं वो आप किंग जेम्स वर्जन जो अंग्रेजी अनुवाद है उस बाइबल से आप पढ़ेंगे तो अच्छा होगा। സമയം ലാഭിക്കുവാനാണ് വാക്യങ്ങൾ വായിപ്പിക്കാതെ പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. समय को बचाने के लिए हम लोग वचन अधिक नहीं पढ़ते और इस तरह से कहकर आगे निकल रहे हैं। एक बार और कहना चाहूंगा, അപ്പോൾ ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരം എന്ന ആ വലിയ സ്റ്റോറിങ്ങിനകത്തു നിന്ന് വിശ്വസിക്കുന്ന ദാഹിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിപ്പിച്ച് നൽകി തരുന്നതായ ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം. तो उस परमेश्वर की मिरास की महिमा के धन के अनुसार जो वो जो बल है जो हमें उस प्रभाव के अनुसार हमें दिया जाता है उसको हमें समझना है। ആമേൻ. നമ്മൾ പാർക്കുന്ന ദേശത്ത് ആമേൻ നമുക്ക് നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആമേൻ ഒരു എന്താണ് പറയുന്നത് ഒരു വാട്ടർ ടാങ്ക് പബ്ലിക്കില് അവ എവിടെയോ ഉയർത്തിയിട്ടുണ്ടാവും. हम जहाँ पर रहते हैं, जिस एरिया में हम रहते हैं, वहां पर हमको पानी पुरौठा करने के लिए एक पानी का टंकी कहीं तो भी ऊपर लगाया होता है। ഇതൊക്കെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറയുകയാണ്, അതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. ये साधारण सा उदाहरण है लेकिन इससे भी परे है जो बातें कहना चाहते हैं। ആ വലിയ സ്റ്റോറിങ്ങിനകത്ത് നിന്ന് നമ്മുടെ എല്ലാം ഭവനത്തിലെ വാട്ടർ ടാങ്കിലേക്ക് നമ്മൾ അത് അതിൽ ഒഴുകുന്ന വെള്ളം നമ്മൾ ശേഖരിച്ചെടുക്കുകയാണ്. और उस जो बड़ा वाटर टैंक या उस जो पुरौठा होता है उसमें से हमारे घरों में जो छोटे टैंक होते हैं उसमें हम इसको भरकर रखते हैं। അവിടെ നിന്ന് നമ്മളെ പ്ലംബിംഗ് നടത്തിയാണ് നമ്മുടെ ഓരോ ഭാഗങ്ങളിലേക്കും നമ്മൾ ടാപ്പുകൾ ഫിറ്റ് ചെയ്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. और वहां से हमारे घर की वो जो टांकी होता है उसमें से अलग अलग कमरों में अलग अलग हमारे इस्तेमाल के लिए हम लोगों ने नल लगाया होता है। ഇതുപോലെ ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്തിന്റെ ആ സീമാതീതമായ ടാങ്കിനകത്തു നിന്ന് നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യമുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. और इसलिए परमेश्वर की शक्ति का वो प्रभाव जो है उस मिरास के अनुसार है, उस भंडार में से जितना हमें चाहिए उतना हमें वो दे सकता है, ये इस वचन का मतलब है। അവിടെ ദേവദാസൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചതുമായി. और इस बात को और उसकी सामर्थ हमारी जो विश्वास करते हैं कितनी महान है कि उस शक्ति के प्रभाव है उसका कार्य के अनुसार कहने के बाद जो उसने मसीह के विषय में किया था, ऐसा लिखा है। നമുക്ക് സകലത്തിന് ഒരു മാതൃകയായിരിക്കുവാനായി കൂടെ കടന്നു വന്ന കർത്താവും അവിടെ നിന്ന് ഈ ആത്മശക്തി ഏറ്റുവാങ്ങി ഇന്നലെ രാത്രി നമ്മൾ പഠിച്ചതുപോലെ हमारे लिए जो सबसे मिसाल का बात जो यीशु मसीह है वो यीशु मसीह ने भी उस आत्मा को वहां से पाया, ऐसा हमने कल सुना। ആ ഖണ്ഡികയിൽ ആ പ്രാർത്ഥന പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ദേവദാസൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന സഭയ്ക്കും അവൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയും. और आखिर में प्रार्थना समाप्त करने के बाद ऐसे सब कुछ भरने वाले ऐसे व्यक्ति को जो है वो कलीसिया को दिया गया है, ऐसा लिखा है। ആ സഭയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. और उस कलीसिया का हम लोग सब भाग है। അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായി നമുക്ക് എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളെ ഏൽപ്പിച്ച് ശുശ്രൂഷകൾക്ക് തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമുക്ക് ആമേൻ പ്രാപിച്ചേ മതിയാകത്തു. अगर ऐसा है तो हमें जो सेवकाई सौंपा गया है, हमें जो ताकत की जरूरत है, जो सेवा टहल हम करने वाले हैं, उसके अनुसार जो पवित्र आत्मा का सामर्थ्य है उतना हमको पाना अनिवार्य है। ഈ ആത്മശക്തി നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഫലപ്രദമായ ജീവിതവും ശുശ്രൂഷയും നമുക്ക് തികയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. ये ऐसा आत्मिक शक्ति को बल को अगर हम पाते हैं तो ही एक फलवंत जीवन और हमारी आत्मिक जीवन को हम पूरा कर पाएंगे। ആരും തെറ്റിദ്ധരിക്കരുത്. ചിലര് ഇങ്ങനെ ധരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആത്മലോകത്തിന്റെ പൊതുവെ ചിലർക്ക് ഒരു ധാരണയുണ്ട്, എല്ലാവരെയും കുറിച്ചും അല്ല പറയുന്നത്, ചിലർക്ക് ഒരു ധാരണയുണ്ട് അവിടുന്ന് പരിശുദ്ധ ആത്മാവാണ്, അതുകൊണ്ട് അതുപോലെ പരിശുദ്ധി ഉണ്ടെങ്കിലേ ആത്മാവ് അകത്തേക്ക് വരത്തുള്ളൂ എന്നൊരു ചിന്ത ചിലരെ ധരിക്കുന്നുണ്ട്. कुछ लोगों में ये संदेह और गलतफहमी है, अधिकांश लोगों में, मतलब सब लोगों में ऐसा मैं नहीं कहता, कुछ लोग ऐसे सोचते हैं क्योंकि पवित्र आत्मा है, पवित्र आत्मा जो व्यक्ति पूर्ण रूप से पवित्र है केवल उसी में आवाज करता है, ऐसी एक गलतफहमी है। ആമേൻ. നിശ്ചയമായിട്ടും അവിടുന്ന് പരിശുദ്ധ ആത്മാവ് തന്നെയാണ്. निश्चित तौर पर वो पवित्र आत्मा ही है। എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും ചുരുക്കെഴുത്ത് ഭാഷയിൽ പറയട്ടെ,
ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് വരെ ആ വ്യക്തി പരിശുദ്ധാത്മാവ് പുറത്തു നിന്നുകൊണ്ട് രക്ഷയ്ക്കായി ആ വ്യക്തിയെ ഉദ്യമിപ്പിക്കുന്നു. मैं सरलता से आप लोगों को बताना चाहूंगा, एक व्यक्ति जब मन फिराकर उद्धार पाके बपतिस्मा लेता है, उस समय तक पवित्र आत्मा बाहर से उसकी सुरक्षा और उसे इन बातों को करने की प्रेरणा देता है. പരിശുദ്ധാത്മാവിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് വേണമെങ്കിൽ തന്നെ പറയാം. हम इसको ऐसा कह सकता है, पवित्र आत्मा का बाहर से जो हमारे बीच में धकल देना होता है. എന്നാൽ യഥാർത്ഥമായ വീണ്ടും ജനന സ്നാനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം കരയിൽ കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ തന്റെ മേൽ വന്നു എന്ന് പറയുന്ന പ്രകാരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത്രയും കാലം നമ്മളെ പുറത്തു നിന്നുകൊണ്ട് അതെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്താനായിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അനുഭവം ഉണ്ടാകും. तो इस तरह से जो पवित्र आत्मा है, यीशु मसीह के बारे में हम यो पढ़ते हैं, बपतिस्मा के बाद जब प्रार्थना किया तो जो है पवित्र आत्मा उनके ऊपर उतर आया, एक डॉग की तरह, कबूतर की तरह. बिल्कुल उसी तरह से जब हम बपतिस्मा पा लेते हैं, उसके बाद जब हम प्रार्थना करते हैं, तो अभी तक जो पवित्र आत्मा बाहर से हमको उद्बोधन और प्रबोधन और प्रकाशन दिया, वो पवित्र आत्मा उसकी सामर्थ्य के साथ हर सच्चाई में हमको अगुवाई करने के लिए, चलाने के लिए अब हमारे अंदर आवाज करता है. ആ ആത്മാവ് പിന്നീട് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ വിശുദ്ധിയിൽ പൂർണ്ണരാക്കുവാൻ നമ്മളെ ഉപദേശിക്കുക. और वो आत्मा अब हमारे अंदर बैठकर हमें पवित्रता की उस परिपूर्णता में ले आने के लिए हमें उपदेश देता है. കർത്താവ് ഇങ്ങനെ പറയുണ്ടായല്ലോ, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയി എന്റെ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു തരും. यीशु मसीह ने ऐसा कहा, मेरा जो जाना है वो तुम्हारे लिए लाभदायक है, क्योंकि अगर मैं नहीं चाहूं तो तुम्हारे लिए मददगार सहायक नहीं आएगा, लेकिन जब मैं जाऊं और पिता के पास पहुंचूं, मैं तुम्हारे लिए एक दूसरा सहायक भेजूंगा जो तुम्हारे साथ रहेगा, सर्वदा रहेगा. അവിടെ കർത്താവ് പറഞ്ഞത് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും എന്നാണ് പറഞ്ഞത്. वहां पर दूसरा एक सहायक को भेजेगा, ऐसा लिखा है. അപ്പൊ മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചോദിക്കാം, അതിനു മുമ്പ് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നല്ലോ. तो दूसरा एक सहायक को भेजेगा, इसका मतलब उसके पहले भी एक सहायक था, ऐसा सवाल आ सकता है. ആ കാര്യസ്ഥൻ ആരായിരുന്നു? तो वो सहायक कौन था? ആ കാര്യസ്ഥൻ മറ്റാരുമല്ല, ഈ പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. और वो सहायक और कोई नहीं, हम जो कहते हैं वो हमारा यीशु मसीह हमारा पिता था. അപ്പോൾ ആദ്യത്തെ കാര്യസ്ഥനായ യേശുക്രിസ്തു ശിഷ്യന്മാരോടുകൂടെ ഇരുന്നെങ്കിൽ യേശു കർത്താവ് പോയതിനു ശേഷം ആ കർത്താവ് തന്നെ മറ്റൊരു കാര്യസ്ഥനായി ആത്മാവിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. तो यीशु मसीह जो है एक पहला जो सहायक बनकर अगर चेलों के साथ रहा, वो यीशु मसीह जाने के बाद उसके उपरांत हम देखते हैं वही यीशु मसीह दूसरा सहायक आत्मा के रूप में हमारे अंदर अब वास करता है. അപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. അന്ന് പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും കൂടെ കർത്താവ് ഫിസിക്കൽ ബോഡിയിൽ കൂടെ ഇരുന്നത് പോലെ അതേ യേശുക്രിസ്തു അവന്റെ ആത്മാവിൽ എന്റെ ഉള്ളിലും വന്ന് പത്രോസിന്റെ കൂടെ ഇരിക്കുന്നത് പോലെ എന്റെ കൂടെ ഇരിക്കുന്നു. तो जो सही में आत्मा को पाया हुआ मसीह व्यक्ति आज वो इस तरीके से आनंदित होना है जिस तरह से पतरस, याकूब और यूहन्ना के साथ यीशु मसीह शारीरिक रूप से उपलब्ध था, उपस्थित था, बिल्कुल उसी तरह से आज जो है यीशु मसीह आत्मा के रूप में मेरे अंदर वास करता है. जैसे पतरस, याकूब और यूहन्ना के था, बिल्कुल वैसे ही मेरे साथ भी है, इसलिए मुझे आनंदित होना है. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളുള്ള ബന്ധത്തിൽ എന്റെ ഹൃദയത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്ന പലരും ശ്രദ്ധിക്കാതെ പോകുന്നതോ മറഞ്ഞു കിടക്കുന്നതോ ചില പ്രത്യേക കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രം.
पवित्र आत्मा के बारे में एक अलग सा क्लास नहीं है, इसके लिए उसके बारे में विस्तार से ज्यादा नहीं बताऊंगा, लेकिन उपवास प्रार्थना के संबंधित में पवित्र आत्मा के बारे में जो कुछ बातों के बारे में संदेह है या कुछ बातें जो भेद का है और जिन बातों को पवित्र आत्मा मुझे उजागर करके देता है, केवल उन बातों को बता रहा हूँ। ദൈവമക്കൾ വചനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് സ്നേഹത്തിൽ ഓർമ്മിക്കുക. और आप लोग वचन को सुनते समय हमारे लिए प्रार्थना करते रहना, ऐसा प्रेम में आप लोगों को याद दिलाता हूँ. അപ്പൊ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുകയാണ്. तो त्रिमूर्ति में तीसरा जो है वो परमेश्वर पवित्र आत्मा में आकर हमारे अंदर आके सच्चाई में हमारी अगुवाई करता है. അതാണ് ഇന്നലെ രാത്രി നമ്മൾ 1 നിന്നും യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ 25-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കാൻ സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. और पहले तेस्सलोनी 5 में और यहूदा का जो है 25 में हमने इसी बात को देखा, शांति का परमेश्वरी तुम्हारे में शांति दे. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അല്പം പോലും നിന്ദിക്കപ്പെടാൻ ഇടവരാത്ത നിലയിൽ തിരുമുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ കാക്കപ്പെടുമാറാകട്ടെ. हमारी आत्मा और शरीर जो है परमेश्वर के सामने निर्दोष होकर खड़े होने के लिए तब तक हमें सुरक्षित रखने पाए. പിന്നീട് വായിച്ചു യൂദായി നമ്മൾ കണ്ടത് വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്ധിയിൽ നമ്മളെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവൻ എന്നാണ് പറഞ്ഞത്. और उसके बाद 24वीं आयत जो यहूदा में है, अब तुम्हें जो ठोकर खाने से बचा सकता है और अपनी महिमा की भरपूरी से उसके सामने मगन और निर्दोष करके खड़ा कर सकता है. ഇതെല്ലാം നാം പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ എത്താൻ തക്കവണ്ണം ഉള്ള അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ये सब हमने आशा किया हुआ परमेश्वर के पास पहुंचने के लिए हमें पवित्र आत्मा सहायता करता है, उसकी प्रमाण है. ഇത്രയും ഈ സമയമെടുത്ത് വിശദീകരിച്ചതിനാണ് ചോദിച്ചാൽ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു എന്താ പറഞ്ഞ ഒരു ലിബറേഷൻ തിയോളജി പറയുകയല്ല. വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുമ്പോഴല്ല കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം അതിനു വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന പ്രാഥമിക പടികൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ അവിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നടത്തുകയാണെന്നുള്ള കാര്യം മറക്കരുത്. इतना कहने का तात्पर्य इसलिए है, कोई ये नहीं सकता ये कोई मुक्ति का सिद्धांत नहीं है, केवल इतना ही बात है. अगर कोई सोचता है कि पवित्र व्यक्ति में ही पवित्र आत्मा आकर बसता है, ऐसा नहीं है. हम जो है जिस तरह से है पवित्र आत्मा हमारे अंदर आके उस पवित्रता की परिपूर्णता में पहुंचने के लिए हमारी सहायता और मदद करता है. അതുകൊണ്ട് ഇനി നമുക്ക് ആവശ്യമായിരിക്കുന്ന പിന്നിട്ട നാളുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ വന്ന എന്തെങ്കിലും വിലോപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ചതിന് ശേഷം ഈ ആത്മാവിനെ ലഭിക്കുവാൻ തക്കവണ്ണം ഇന്നലെ രാത്രി നമ്മൾ പഠിച്ചതുപോലെ അത്യന്തമായി ദാഹിക്കുകയും അത് എനിക്ക് ദൈവം നൽകുമെന്ന് വിശ്വസിക്കുകയുമാണ് നമുക്ക് വേണ്ടത്. इसलिए पिछले दिनों में हमारे बीते दिनों में अगर हमारे जीवन में ऐसी कोई खामियां आ गया है, पाप आ गया है, हमारे कर्तव्य में जिम्मेदारियों में हमने कहीं भी लापरवाही बरता है, तो हमें प्रार्थना करना है, माफी मांगना है. कल जिस तरह से याद दिलाया, पवित्र आत्मा की शक्ति को पाने के लिए हमें बहुत ही प्यास से होना है और वो पवित्र आत्मा हमें परमेश्वर भरेगा, इसका भरोसा और विश्वास भी हमको करना है. ആ ദാഹം നമ്മളിൽ അത്യന്തമായി വർദ്ധിക്കുന്നതിൽ നിശ്ചയമായി ആ ദൈവം നാം പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ആത്മനിറവ് ഈ ദിവസങ്ങളിൽ നമ്മളിലേക്ക് അവൻ പ്രവഹിക്കാൻ ഇടയാകും. और अगर हमारी प्यास उतना बढ़ता है, वो तड़प तक अगर वो प्यास पहुंचता है, निश्चित तौर पर इन दिनों में हमारी प्यास के अनुसार हमारे अंदर ऊपर से वो पवित्र आत्मा का बहाव वो हमारे जीवनों में उंडेलेगा. അതുകൊണ്ട് ഈ ഭാഗം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അത് അവിടെ ചുരുക്കട്ടെ. ഇതുവരെയായി ദൈവത്തിന്റെ ആത്മാവിനെ അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ചിട്ടില്ലാത്തവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ദിവസം പ്രാർത്ഥിക്കുക, അത് ലഭിക്കുന്നതുവരെയും പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുക. इसलिए कि अभी तक हमें जो सुन रहे हैं उसमें से कोई पवित्र आत्मा को अन्य भाषाओं में बोलने के चिन्ह के साथ प्राप्त नहीं किया है, तो आप लोगों से गुजारिश है इन दिनों में आप लोग प्रार्थना करें और जब तक नहीं मिले तब तक प्रार्थना में लगे रहे. ആ നിലയിൽ പ്രാപിച്ച ദൈവമക്കളോട് ദൈവത്തെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. നാം പ്രാപിച്ച ആ ശരാശരി അനുഭവത്തിനകത്ത് നമ്മൾ തൃപ്തിപ്പെടാതെ, കഴിഞ്ഞ രാത്രി നമ്മൾ ദൃഷ്ടാന്തമായി ചിന്തിച്ചതുപോലെ തീണ്ടിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത വലിയ ഒരു ഡീപ്പായിട്ടുള്ള ആത്മനിറവിന്റെ ആഴത്തിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്.
और जिन लोगों ने पवित्र आत्मा को अन्य भाषाओं के साथ पा लिया है, उन प्रिय लोगों को प्रेम के साथ में चेतावनी करना चाहूंगा कि आप लोग और भी इच्छा करें उस औसत आत्मिक अनुभव में रहकर तृप्त होने के लिए नहीं। कल जैसा हमने सुना, घुटने तक नहीं, कमर तक नहीं, लेकिन तैरने तक जितना उस आत्मिक प्रवाह, उस बहाव के गहराई में पहुंचते हुए पवित्र आत्मा को बहुत आयत से पाने की प्यास और प्रार्थना आपके जीवन में हो। അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ദൈവാത്മാവ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ നടത്തുവാനിടയായി തീരും. और इस तरह से पवित्र आत्मा हमारे साथ वास करते हुए हर क्षेत्र में हमें अगुवाई देकर पवित्रता में जीवन बिताने के लिए हमारी सहायता करेगा। റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, रोमर की पत्री 8वां अध्याय उसका पहला आयत, അതിനു മുമ്പേ ഞാൻ പറഞ്ഞ കിങ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോൾ അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്. उसमें किंग जेम्स के वर्षन में अगर हम पढ़ते हैं तो उसका मलयालम अनुवाद इस तरह का है। അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അവർ ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നത്. सो अब जो मसीह यीशु में उनमें दंड की आज्ञा नहीं, क्योंकि वे शरीर के अनुसार नहीं वरन आत्मा के अनुसार चलते हैं। നിത്യതയുടെ ദണ്ഡനത്തിൽ നിന്ന് പൂർണ്ണമായി നാം ഒഴിഞ്ഞു മാറുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ട് ആ ദൈവാത്മാവിനെ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ ആ ദൈവാത്മാവ് നമ്മളെ ഒഴുക്കിക്കൊണ്ട് നടക്കണം എല്ലാ തലത്തിൽ. और उस दंड से, अनंतता के दंड से हमें अगर बचना है तो उद्धार पाके, पवित्र आत्मा पाके पवित्र जीवन को बिताने वाला वो शख्स जो है पवित्र आत्मा जैसा अगुवाई करे उस आज्ञा के अनुसार, जिस तरह से एक बहाव में व्यक्ति लग जाता है उस पवित्र आत्मा के बहाव में हमको चलना है। ലോകത്തിലെ നദിയിലെ വെള്ളത്തിൽ നമ്മൾ പെട്ടുപോയി ആ നദി നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോയാൽ ഏതെങ്കിലും ഒരു അപകടത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ജീവനാശം വരുത്തുകയാണ് ചെയ്യുന്നത്. संसार की नदी के बहाव में अगर हम फंस जाते हैं तो वो बहाव जो है किसी अपघात की ओर हमें ले जाकर हमारा नाश हो जाता है। എന്നാൽ ഇന്നലെ നമ്മൾ കണ്ട യെഹെസ്കേൽ 47 കണ്ടതായ ആ ദൈവത്തിന്റെ ആത്മാവാകുന്ന ആ നദിയിൽ വീഴുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് നദി ഒഴുക്കിക്കൊണ്ട് പോകാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മളെ നാശത്തിലേക്ക്, ജീവഹാനിയിലേക്ക് വല്ല കൊണ്ടുപോകുന്നത്, അത് നിത്യജീവനിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. लेकिन कल हमने एसेकिएल नबी की किताब उसके 47 में जिस आत्मिक प्रवाह के बारे में देखा, वहां का जो आत्मिक बहाव है उसमें अगर हम अपने आप को सौंप देते हैं तो वो हमारी जीवन के लिए हानि या हमारे नाश का कारण नहीं बनता, लेकिन वो बहाव हमको अनंत जीवन की ओर ले जाता है। ആമീൻ. അങ്ങനെ ദൈവാത്മാവ് നമ്മളെ നടത്തുമ്പോൾ ആമീൻ നാം ദൈവമക്കൾ എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. इस तरह से पवित्र आत्मा जब हमें चलाता है तो हर समय हम परमेश्वर के संतान है, वो विवेक सदैव हमारे अंदर रहेगा। കർത്താവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചുവെങ്കിൽ ആ അധികാരം ഉപയോഗിച്ചാൽ വീണ്ടും ജനിച്ച് ഈ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വന്ന നമ്മളുടെ ആ ദൈവമക്കൾ എന്ന പദവി നമ്മൾ സ്ഥിരപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടുമ്പോഴാണ്. यीशु मसीह में विश्वास करके उसको ग्रहण करने वालों को अगर उसका पुत्र होने का अधिकार मिला है, वो अधिकार जो हमारे जीवन में पुख्ता होकर मिलता है जब पवित्र आत्मा में हम चलते हैं। അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. रोमर की पत्री 8 के 14 में ऐसा लिखा है, इसलिए कि जितने लोग परमेश्वर की आत्मा में चलाए चलते हैं वे ही परमेश्वर का पुत्र है। അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭൗതികമെന്നും ആത്മീയെന്നും പറയാനായിട്ട് രണ്ട് ഡിവിഷൻ നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മൾ ഏർപ്പെടുന്ന ഏത് ഭൗതിക കാര്യങ്ങളും, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏത് ഭൗതിക കാര്യങ്ങളും ദൈവാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെട്ട് ദൈവാത്മാവ് നടത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതൊരു ആത്മീയ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന ഒരു ഭൗതിക കാര്യമായിരിക്കും. और जब ऐसा हो तो हमारे अंदर दो गुट नहीं होंगे, भौतिक और जो आत्मिक है। हर विषय जो हम करेंगे पवित्र आत्मा के अगुवाई के साथ जब करते हैं तो उसकी पृष्ठभूमि आत्मिक होगा, इसलिए इसमें दो फर्क नहीं आएगा। അത് നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ ബിസിനസ് മേഖലയിലായാലും നാം വർക്ക് ചെയ്യുന്ന ഏത് ഫാക്ടറിയിലായാലും ഭവനത്തിലായാലും ഏത് പ്രോപ്പർട്ടിയിലായാലും എവിടെയായിരുന്നാലും നമ്മൾ എന്ത് ചെയ്താലും നാം തൊട്ടതും പിടിച്ചതുമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവനും കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് അതിനകത്ത് നാം എപ്പോഴും ദൈവത്തോട് ചോദിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവമായി മാറണം.
तो फिर हमारा कोई भी क्षेत्र क्यों ना हो, चाहे दफ्तर में क्यों ना हो, घर पर क्यों ना हो, कोई भी चीज क्यों ना हो, व्यवसाय क्यों ना हो, लेन देन की बात क्यों ना हो, हर चीज को जो हम करते हैं, जब परमेश्वर से आलोचना लेकर, परमेश्वर से अगुवाई लेकर, पवित्र आत्मा के उस चलाने से हम चलते हैं, तो हर चीज जो हम करते हैं वो आत्मिक बन जाएगा। അങ്ങനെയുള്ളിടത്ത് ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിനും ഉത്തരവാദിയായിരിക്കും. और ऐसा जगह पर हो, वहां पर परमेश्वर हमारा जिम्मेदार होगा. അതിനാണ് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതമെന്ന് പറയുന്നത്, പെർഫെക്റ്റ് വിൽ എന്ന് പറയുന്നത്. और इसके लिए परमेश्वर का सिद्ध इच्छा कहा जाता है. ഇങ്ങനെ ജീവിതത്തിലായാലും ശുശ്രൂഷയിലായാലും നമ്മളെ മുഴുവനുമായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കണം. इस तरह से जीवन में हो या सेवकाई में हो, हमें पवित्र आत्मा ही पूर्ण रीति से हमारा अगुवाई करने पाए. യെശയ്യാ പ്രവാചക പുസ്തകം 33-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ യെശയ്യാ 33:23 അവിടെ ഇങ്ങനെ വായിക്കുന്നു, തണ്ട് വെച്ച പടക് അതിലൂടെ പോകുകയില്ല എന്ന് പറയുന്നു. യെശയ്യാ नबी का किताब 33 उसका 23वां आयत वचन. തണ്ട് വെച്ച പടക് അതിലൂടെ പോകുകയില്ല എന്ന് പറയുന്നു. तेरी रस्सी ढीली हो गई है, मिस्तूल का जड़ दृढ़ रखी है. എന്താണ് ഈ തണ്ട് വെച്ച പടക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വാക്യം ഒന്നുള്ളതെന്ന് പറയാം. 33-23 അല്ലേ? 21. यशायाह नबी का किताब 33 उसका 21वां वचन. वह महाप्रतापी यहोवा हमारे लिए रहेगा, वो बहुत बड़ी बड़ी नदियों को और नहरों का स्थान होगा, जिसमें दांत वाली नाव को चलेगा और ना शोभन में जहाज उसमें होकर जाएगा. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. തണ്ട് വെച്ച പടക് അതിൽ പോകയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടെ കടക്കുകയില്ല. ഇങ്ങനെയാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. तो उस वचन में कि हमारा महाप्रतापी जो परमेश्वर है वो बड़ी बड़ी नदियों और नहरों को उस स्थान में हमारे लिए होगा, और दांडे वाली जो नाव है और शोभन में जहाज उसमें से होकर न जाएगा, ऐसा लिखा है. ഇത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് പറയുന്നതിൽ ഞാൻ തന്നെ വഴിയെന്ന് പറയുന്നതിന് സമാന്തരമായ വാക്യമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയണം. യോഹന്നാൻ का सुसमाचार 14 में मैं ही सच्चाई मार्ग और जीवन हूं जहां कहा, उसमें मैं मार्ग हूं, उसके साथ हम इस आयत को जोड़ सकते हैं. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാനുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. I am the way എന്നാണ് പറയുന്നത്. पिता परमेश्वर के पास पहुंचने के लिए एक ही मार्ग है, और यीशु मसीह ने कहा मैं वो मार्ग हूं. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ജീവിതമാണ് നമ്മളെ പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുന്നത്. इसका मतलब यीशु मसीह में प्रकट हुआ वो जीवन है जो हमें पिता के पास पहुंचाता है. അങ്ങനെയെങ്കിൽ കർത്താവ് സ്വയമായിട്ട് ഒന്നും സംസാരിച്ചില്ല, കർത്താവ് സ്വയമായിട്ട് ഒന്നും പ്രവർത്തിച്ചില്ല. അത് പ്രവർത്തിക്കുവാൻ ദൈവം അനുവദിച്ച കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവ് തന്നോട് പ്രവർത്തിക്കാൻ പറഞ്ഞ ആ മൂവ്മെന്റിൽ മാത്രം പ്രവർത്തിക്കുകയും അതിനു മുമ്പ് താൻ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്ത ചരിത്രമാണ് കർത്താവിന്റെ. तो ऐसा है तो हम देख सकते हैं यीशु मसीह ने खुद से कुछ नहीं कहा, यीशु मसीह ने कोई भी काम खुद से नहीं किया. परमेश्वर ने जो अनुमति दिया उन बातों में भी जो बातें यीशु मसीह को पवित्र आत्मा ने अगुवा किया, केवल उन्हीं कामों को यीशु मसीह ने किया. കർത്താവിനെ ദൈവാത്മാവ് നടത്തിയ വിധത്തെക്കുറിച്ചുള്ള ഭാഗം മാത്രമാണ് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുന്നത്. ബാക്കി കർത്താവിനെ കുറിച്ചുള്ള ഭാഗം ഒന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നില്ല. यीशु मसीह को पवित्र आत्मा ने जिस तरह से चलाया, केवल उन भागों के बारे में हम सोच रहे थे, अन्य कोई भी भाग को अब हम मनन नहीं कर रहे. അങ്ങനെയെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതുപോലെ സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയം മുതൽ കർത്താവിനെ അതിനു മുമ്പ് അങ്ങനെ തന്നെയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് ദൈവാത്മാവ് തന്നെ ഓരോ സ്ഥലത്തും നടത്തിക്കൊണ്ടിരുന്നു എന്ന് കാണാൻ കഴിയും. अगर ऐसा है तो पवित्र आत्मा में हम देखते हैं जो बपतिस्मा लिया और हर बात जो यीशु मसीह ने किया, उन तमाम बातों में केवल पवित्र आत्मा की अगुवाई के अनुसार यीशु मसीह ने कार्य किया. അതുകൊണ്ട് കർത്താവ് ഒരു സ്ഥലത്തും ഒരു പരാജയമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. और इसीलिए यीशु मसीह कहीं पर भी विफल नहीं हुआ, ये भी हम समझ सकते हैं. അങ്ങനെ ഇസ്രായേലിനോട് പറയുന്ന ചരിത്രം ഞാൻ അവിടെ നിർത്തിയിട്ട് ദൈവമക്കളോടുള്ള അതിന്റെ ആത്മീയ പൊരുൾ മാത്രം ഇപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി പറയുകയാണ്. तो इस्राएल का इतिहास को वहां रोक पर मसीह लोगों के लिए वो क्या मतलब है, उस भेद को मैं अभी बताना चाहूंगा. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നമ്മളോട് പറയുന്നത് തണ്ട് വെച്ച പടക് അതുവഴി പോകയില്ല എന്ന് പറയുന്നു. और हम लोगों को कहा गया है डांडे वाली जो नाव है वो वहां से नहीं चलेगी.
ആമേൻ കർത്താവിന്റെ വഴിയിൽ നടക്കുന്ന ഒരു ദൈവവൈതൽ ആമേൻ തണ്ടുവെച്ച പടകിന് തുല്യമാകരുത്. परमेश्वर के मार्ग में चलने वाला व्यक्ति ऐसा दांत वाली नाव के जैसा नहीं होना। ഈ തണ്ടുവെച്ച പടകിനെ കുറിച്ച് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 2 വാക്യം പറഞ്ഞോട്ടെ. और ये दांत वाली जो नाव है वो क्या है समझने के लिए 2 बात बताना चाहूंगा। കുറെ കാലം വരെ ഞാൻ ഇത് വളരെ ശ്രദ്ധിക്കാതെ ഇരുന്നൊരു മേഖലയായിരുന്നു. അടുത്ത കാലത്ത് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. और कुछ समय से मैं भी इस बात को इतना ध्यान नहीं देता था, लेकिन इन दिनों में पवित्र आत्मा बहुत शक्तिशाली तौर से मुझे इस बारे में बात करता गया। ദൈവം തോടായി അവിടെ പറയുന്നത് ദൈവം തോടായി അല്ലെങ്കിൽ ദൈവം വഴിയായിട്ട് ഇരിക്കുന്നു, അത് ആയിരിക്കുന്നു. ആ വഴിയിലൂടെ തണ്ടുവച്ച പടക് പോകയില്ലെന്നാണ് പറഞ്ഞത്. इसका मतलब यह है कि परमेश्वर वहां पर नहर है या परमेश्वर वहां पर एक नदी है और उस नदी में ऐसा दांड वाली नाव जो है वो नहीं चलेगा। അങ്ങനെയെങ്കിൽ യേശു കർത്താവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ ആമേൻ തങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരാകരുതെന്നാണ് അതിന്റെ രത്ന ചുരുക്കം. ऐसा है तो इसका सारांश यह है, यीशु मसीह के मार्ग में चलने वाला एक व्यक्ति अपने मर्जी या अपने बल के ऊपर नहीं चलना चाहिए, ये उसका मतलब है। ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നദിയിലെ ഈ വള്ളം അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടുകള് യമഹായുടെ എഞ്ചിൻ അതുപോലുള്ളതായ കെറോസിൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഓടിക്കുന്നതായ ഇന്ധനം കൊണ്ട് ഓടുന്നതായ എഞ്ചിൻ ഘടിപ്പിച്ച് അത് ഈ വള്ളം വഞ്ചികളും ബോട്ടുകളും ഒക്കെ ഇപ്പോഴിപ്പോഴാണ് അത് संचरिക്കാൻ തുടങ്ങിയത്. आज के जमाने में हम देखते हैं ऐसे छोटे छोटे नाव और जो जहाज है उसमें वो मोटर लगाकर वो उस ईंधन के इस्तेमाल से वो यहाँ पर सफर करते हैं। എന്നാൽ ഇപ്പോഴും തീരദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അപൂർവമായ ഒരു ദൃശ്യമായിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ളതായ എഞ്ചിൻ ഘടിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കളായ ആളുകൾ തങ്ങളുടെ വഞ്ചിയിൽ 2 പങ്കായം 2 സൈഡിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് കാണാൻ ഒരു പ്രത്യേക നിലയിൽ. लेकिन अभी भी हम देख सकते हैं कुछ छोटी छोटी जगहों में जाएंगे जहाँ पे गरीब लोग हैं, जिन लोगों को ऐसा मोटर खरीदने का पैसा नहीं होता, उनके छोटे छोटे नाव होते हैं और उन नावों को चप्पू के जरिए वो चलाते हैं और ये चप्पू दोनों जगह पर बांध दिया होता है। ആ 2 പങ്കായത്തിന്റെ നടുവിലായിട്ട് മധ്യഭാഗത്ത് വഞ്ചിയിൽ ഒരാൾ ഇരുന്നു കൊണ്ട് ഈ 2 പങ്കായത്തെ പ്രത്യേകമായ ഋതത്തിൽ ഇങ്ങനെ തുഴഞ്ഞാണ് ഈ വഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത്. और इस नाव के बीचों बीच में ये दोनों चप्पू लगाया होता है और उसको एक आदमी दोनों हाथों से एक समान उसको हिलाते हैं, तब जाकर ये नाव आगे बढ़ता है। യശയാവ് ഈ വേദഭാഗം എഴുതുന്ന കാലത്ത് അങ്ങനെ തണ്ടുവെച്ച അങ്ങനെയുള്ളതായ വഞ്ചികൾ ധാരാളമായിട്ടുണ്ടായിരുന്ന കാലമാണ്. और यशायाह नबी जब इस वचन को लिखा उस समय में ऐसा चप्पू से चलाया जाने वाला या डांडे वाले से चलाने वाले काफी नाव हुआ करते थे। ഈ വഞ്ചിയുടെ പേരാണ്, ഇങ്ങനെ പങ്കായം വെച്ച് കെട്ടി ഡ്രൈവ് ചെയ്യുന്ന വഞ്ചിയുടെ പേരാണ് തണ്ടുവെച്ച പടക് എന്ന് പറയുന്നത്. और ऐसा चप्पू से चलाने वाला जो नाव है उसी को कहते हैं दांत वाली जो नाव। അപ്പോൾ തണ്ടുവെച്ച പടക് ലക്ഷ്യത്തിലേക്ക് എത്താൻ തക്കവണ്ണം മുന്നോട്ട് അതിനെ ചലിപ്പിക്കണമെന്ന് വരികിൽ ഒരു മനുഷ്യന്റെ പ്രയത്നം അതിന്റെ നടുവിൽ ആവശ്യമാണ്. और ऐसे नाव को जब आगे चलाना होता है या जिस मकसद में या जहां पर उसको पहुंचाना होता है, एक व्यक्ति का प्रयास उसके पीछे जरूरी होता है। ഈ ഭാഗത്തൂടെ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന ദൂരത്ത് ചോദിച്ചാൽ ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക പ്രയത്നം കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. इसके द्वारा परमेश्वर की आत्मा जो बताना चाहता है वो ये है, परमेश्वर की सामर्थ में जब तक हम भरोसा नहीं करते कोई भी व्यक्ति अपने आप से उस मकसद में उसमें कामयाब नहीं हो सकता। അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതമാകട്ടെ നമ്മുടെ ശുശ്രൂഷയാകട്ടെ ദൈവം പ്രസാദിക്കുന്ന അംഗീകാരമുള്ളതായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ എല്ലാ തലത്തിലും ഒന്നും വിടാതെ സകല തലങ്ങളിൽ നമ്മളെ നയിച്ചേ മതിയാകുന്നു. तो हमारा जीवन आत्मिक जीवन अगर होना है तो हमारा कोई भी काम वहां नहीं होना चाहिए, पवित्र आत्मा ही हर क्षेत्र में हर भाग में हर जगह पर हमारी अगुवाई करते हुए हमें चलाना है। मनुष्य बुद्धिയെ അതിന്റെ കൂടെ ഇടകലർത്താൻ പാടില്ല. मनुष्य की समझ को उसके साथ हमको मिलावट नहीं करना है। മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ നമ്മൾ സമ്പൂർണമായിട്ട് മാറി കൊടുക്കണം, പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. दूसरा बयान में अगर कहो तो हमें वहां से हट जाना है और पवित्र आत्मा को पूर्ण स्वतंत्रता देना है हमारे ऊपर प्रभुता करने का। എങ്കിൽ മാത്രമേ ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. अगर ऐसा हो तो ही पवित्र आत्मा हमारे जीवनों में कार्य कर सकता है।
അപ്പോൾ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് നീ പൂർണ്ണമായി ഒഴിഞ്ഞു തരിക, ഞാൻ കയറി നിന്നിൽ പ്രവർത്തിക്കട്ടെ എന്നാണ്. तो पवित्र आत्मा जो हमसे कहना चाहता है, तू पूरी तरह से पीछे हो जाए, अब मैं तेरे अंदर कार्य करूंगा, मैं चलाऊंगा। 1 Corinthians 6 പറയുന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇനി നമ്മൾ നമുക്കുള്ളവരല്ല. पहले कुरिन्थी 6 में लिखा गया कि हमें मोल लिया गया है, अब हम हमारे नहीं है। ഏതൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും സ്വർഗീയ പിതാവേ അവിടുത്തെ ഹിതം എന്ന് നമ്മൾ വളരെ നിർബന്ധമായി ഹൃദയംഗമായും താല്പര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണം. कोई भी बात का जब हम चाहत रखते हो, पूर्ण तरफ से प्रार्थना करना, इच्छा करना और सच्चे दिल से कहना, मसीह अगर तेरा हित हो तो ही। ആ സമ്പൂർണ്ണ ദൈവഹിതം എന്തായിരുന്നാലും അതിനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ നാം സന്തോഷമുള്ളവരായിരിക്കും. वो परमेश्वर का सिद्ध इच्छा जो भी हो, वो अगर हम स्वीकार करेंगे तो निश्चित हम आनंदित होंगे। പിതാവായ ദൈവത്തിനും ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിന് വേണ്ടി യേശു കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. पिता परमेश्वर के सामने उसका पूर्ण हित के लिए, सिद्ध हित के लिए यीशु मसीह ने अपने आप को पूर्ण तरह से सौंप दिया। സങ്കീർത്തനങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നീ എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. भजन संहिता में यीशु मसीह के बारे में कहा है, तूने मेरे लिए एक शरीर तैयार किया है। 130 സംഗീതത്തിൽ പറയുന്നു, 139 സംഗീതത്തിൽ പറയുന്നു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ എന്നെ കുറിച്ചുള്ളതെല്ലാം നിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 149 की भजन संहिता में लिखा है, जब मैं था ही नहीं, मेरी उपस्थिति नहीं थी, तब तूने मेरे बारे में सब कुछ अपने किताब में लिख दिया। ആമേൻ. വീണ്ടും സംഗീതത്തിൽ പറയുന്നു മറ്റൊരു ഭാഗത്ത്, നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. भजन संहिता के दूसरे एक जगह पर लिखा है कि तेरी इच्छा करने के लिए मैं प्रीति रखता हूँ। ക്രൂശിൽ മരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞ വാക്ക്, सलीब पर मरते समय यीशु मसीह ने आखिरी में जो कहा, തൊട്ടുപുറയിൽ പറഞ്ഞ വാക്ക്, और उसके उस समय में जो वचन बोला, നിവർത്തിയായി, ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞത്. सब कुछ समाप्त हुआ या पूरा हुआ, ऐसा कहा। അതിനുശേഷം ഏറ്റവും ഒടുവിലായി താൻ പറഞ്ഞത്, ആമേൻ, പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഫലമേൽപ്പിക്കുന്നു. उसके बाद आखिर में जो यीशु मसीह ने कहा, हे पिता परमेश्वर, मैं अपने प्राण को तेरे हाथों में सौंप देता हूँ। അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തെ നമുക്ക് ഇങ്ങനെ സമ്മപ്പ് ചെയ്ത് പറയാൻ കഴിയണം. तो यीशु मसीह के संसार की जो जीवन है, उसको इस तरह से हम जोड़कर कह सकते हैं, ആമേൻ, ദൈവം തനിക്കായിട്ട് ഒരുക്കിയിരുന്ന പ്രത്യേകമായ ഒരു ശരീരത്തിനകത്ത് തന്നെ കുറിച്ച് എഴുതിയ സമ്പൂർണ്ണ ഹിതത്തിന്റെ പുസ്തകത്തിനകത്ത് നോക്കി ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം ദൈവം അയച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എല്ലാ തലത്തിലും ചെയ്ത് താൻ പൂർത്തീകരിച്ചു. ആ കാര്യം ചെയ്യാനായി സന്തോഷമുള്ളവനായി സമർപ്പിതനായി താൻ കടന്നു വന്നു, അത് പൂർത്തീകരിച്ചു. കടന്നു പോകുമ്പോൾ ഒടുവിൽ പറയുന്നു, ആമേൻ, ഫിനിഷ്, കർത്താവേ എല്ലാം നിവർത്തിയാക്കിയിരിക്കുന്നു, ഇതാ എന്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഫലമേൽപ്പിക്കുന്നു. तो यीशु मसीह का जो है एक शरीर बना दिया गया था, और वो शरीर में जो पवित्र आत्मा का आवाज के साथ हर क्षेत्र में यीशु मसीह ने वही किया जो पवित्र आत्मा में, पवित्र आत्मा से अगुवाई होकर कराया गया। उसने अपने आप को समर्पण किया पिता की इच्छा को, पिता के हित को पूर्ण करने के लिए। पवित्र आत्मा में पूरी तरह से अपने आप को समर्पण करते हुए अपने तमाम सेवकाई के क्षेत्र में, इस संसार की जीवन का बात क्यों ना हो, हर क्षेत्र को पूर्ण रूप से पूरा करते हुए, और उसके बाद सलीब पर कहा कि ये सब कुछ समाप्त हुआ, यह खत्म हुआ। ऐसा कहने के बाद अपने जीवन को, अपने प्राण को परमेश्वर के पिता के हाथों में सौंप दिया। ആമേൻ. നമ്മളെ കുറിച്ച് പറയുമ്പോഴും ഇതിന് സമാന്തരമായി തന്നെ പറയുവാനായിട്ട് കഴിയണം. हमारे बारे में भी जब कहेंगे, इसी समांतर में हमको भी कहना है। അതാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. പത്രോസ് പറഞ്ഞു, നാം അവിടുത്തെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് ഏറ്റുപോയിരിക്കുന്നു. और यही पत्रुस ने कहा कि हम उसके पदचिन्हों के पीछे चले, उसके लिए उसने हमारे लिए नमूना रख छोड़ा है। പൗലോസ് അതിനെ കുറിച്ച് വേറൊരു ഭാഷയിൽ പറഞ്ഞു, ക്രിസ്തുവേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. फिर पौलुस ने उसी को एक अलग बयान में इस तरह से कहा, यीशु मसीह का जो स्वभाव है वही तुम्हारा हो। റോമാലേഖനത്തിൽ പറഞ്ഞു, ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടണമെന്നാണ് പറയുന്നത്. रोमर की पत्री में लिखा है, यीशु मसीह का जो रूप है उसी का स्वरूप हम धारण करें। അങ്ങനെയെങ്കിൽ
ഒരു നിശ്ചിത കാലാവധിയിലേക്ക് മാത്രം നമ്മളെ നിയമിച്ച് നമുക്കും ഒരു പ്രത്യേകമായ ശരീരം തന്ന് പ്രത്യേക സ്ഥാനങ്ങളിൽ കാലാകാലങ്ങളിൽ നമ്മളെ ആക്കിയിട്ട് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം നമ്മെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവാദം എടുത്തിരുന്നു കൊണ്ട് ആ ദൈവത്തിന്റെ ഹിതം ഓരോ കാര്യത്തിലും നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കി ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ ആ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം നിവർത്തിച്ച് സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി എന്റെ ആത്മാവിനെ അതേ തൃക്കരത്തിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു കൺസെപ്റ്റിലായിരിക്കണം നമ്മുടെ ജീവിതം. ऐसा है तो हमारा जीवन भी यीशु मसीह के उसी जीवन में समांतर होना चाहिए। हम जो शरीर के साथ इस संसार में हम आए हैं, पवित्र आत्मा को हम पाते हुए हमारे बारे में जो किताबों में लिखा गया है, जिन बारे में सेवकाई के बारे में जो हमारे बारे में किताब में लिखा गया है, उसको पूरा करते हुए पवित्र आत्मा की भरपूरी और उस अगुवाई में चलते हुए हमारी जीवनों की सेवकाई को पूरा कर कर अंत में परमेश्वर अपनी इच्छा के अनुसार मैंने जीवन को पूरा किया, समाप्त किया, ऐसे कहते हुए अपने प्राण को सौंपना है और इसी प्रक्रिया में हमारे जीवन को हमें बिताना है। അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിൽ സ്വർഗം ഉത്തരവാദിയായിരിക്കും. और ऐसा जो जीवन बिताता है उस व्यक्ति के जीवन का जिम्मेदार स्वर्ग होगा। അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുതെന്ന് പറയും. इसलिए लेवी के किताब में लिखा है कि तुम्हारे जो खेतों में एक साथ दो बीज नहीं बोना। വേറൊരു ഭാഗത്ത് 20 ശേഷമുള്ള അധ്യായങ്ങളിലാണ് വായിക്കുന്നത്. വേറൊരു ഭാഗത്ത് അതിനോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, രണ്ടു തരം നൂലുകൾ ഇടകലർത്തിയ വസ്ത്രം നിങ്ങൾ ധരിക്കരുതെന്ന് പറയുന്നു. और इसी तरह से दूसरे जगह पे लिखा गया है कि दो रंग का या दो अलग अलग रस्सी को लेकर बनाया गया कपड़ा नहीं पहनना। വേറൊരു ഭാഗത്ത് പറയുന്നു, രണ്ടിനം മൃഗങ്ങളെ തമ്മിൽ ഇണചേർക്കരുതെന്ന് പറയും. और दूसरे जगह पे लिखा है दो अलग अलग जातियों की प्राणियों को आपस में नहीं मिलाना। പഴയ നിയമത്തിൽ അത് ആക്ഷരിക അർത്ഥമായിരുന്നെങ്കിൽ ദൈവസഭയോട് ബന്ധപ്പെട്ട് അതിന്റെ ആത്മീയ അർത്ഥമാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. पुराना नियम में अगर देखा जाए वो शारीरिक व्यवस्था था, तो नए नियम में जो है उसकी आत्मा के अनुसार हमको वो समझना है। ഇന്നും അതിന്റെ ആക്ഷരിക അർത്ഥം നമ്മൾ അതേ ജീവിതത്തിൽ പാലിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. आज भी उसका व्यवहारिक मतलब हमारे जीवन में अगर हम अंगीकार करते हैं, मानते हैं, तो अच्छी बात है। എന്താണ് രണ്ടു തരം നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? हमारे खेतों में दो किस्म के बीज को एक साथ नहीं बोने का मतलब क्या है? രണ്ടിനം വിത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ഇനം വിത്തുകളെ ഇടകലർത്തി വിതച്ചു കഴിഞ്ഞാൽ പരാഗണത്തിലൂടെ അതിന്റെ ഗുണമേന്മ നഷ്ടപ്പെടും. अगर दो बीज को एक साथ अगर हम बोते हैं तो उनका जो गुण है वो आपस में मिलकर वो जो है एक अलग सा एक विफल बात बन जाता है। രണ്ടു തരം നൂലുകളുള്ള ഇടകലർത്തിയ വസ്ത്രം ധരിച്ചാൽ കൂടുതൽ ബലമുള്ളത് നിൽക്കുകയും ബലം കുറഞ്ഞത് ദ്രവിച്ചു പോവുകയും ചെയ്യും. और दो किस्म की रस्सियों को मिलाकर बनाया गया वस्त्र अगर हम पहनते हैं, जो कमजोर है वो टूट जाएगा और जो अच्छा है वो ठहर जाएगा। പെട്ടെന്ന് പറഞ്ഞാൽ പോളിസ്റ്ററും കോട്ടണും കൂടെ ഇടകലർത്തിയ നൂലുകളുള്ള വസ്ത്രം ധരിച്ചാൽ കോട്ടൺ നൂല് കാലക്രമത്തിൽ പെട്ടെന്ന് അതിൽ നിന്ന് ദ്രവിച്ചു പോകും, പോളിസ്റ്റർ മാത്രം നിൽക്കുവാനിടയായിത്തീരും. जल्दी समझने के लिए अगर कॉटन की रस्सी से और पॉलिस्टर की रस्सी से धागे से अगर हम लोग एक वस्त्र बनाते हैं तो कॉटन कुछ समय के बाद जो है वो टूट जाएगा और केवल पॉलिस्टर रह जाएगा। രണ്ടിനം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർത്താൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് അത് അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത നിലയുള്ളതായിരിക്കും. और अगर दो प्राणियों की जाति को हम लोग एक साथ लाते हैं और उनको उनको मिलाते हैं तो अगली जो पीढ़ी है उसका जो है उसका जो प्रतिफल का जो नष्ट हो जाएगा। വടക്കേന്ത്യൻ പ്രദേശങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്തവർക്ക് മനസ്സിലാകും, അവിടെയൊക്കെ ധാരാളമായി കാണാൻ കഴിയും കഴുതയും കുതിരയും തമ്മിൽ ഇണ ചേർക്കാറുണ്ട്. और जो लोग उत्तर भारत में गए वहां पर लोग देख सकते हैं खच्चर को हम देखते हैं जो घोड़े और गधे को मिलाने से आता है। അങ്ങനെ കുതിരയും കഴുതയും തമ്മിൽ ഇണ ചേർത്താൽ ഉണ്ടാകുന്നതിന്റെ പേരാണ് കോവർ കഴുത എന്ന് പറയുന്നത്. और इस तरह से गधे और घोड़े को मिलाकर जो उपजाऊ होता है या जो उसकी पीढ़ी आती है उसको खच्चर कहते हैं। ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കുതിരയാണെന്ന് തോന്നും, അപ്പോൾ തന്നെ തോന്നും ഇത് കുതിരയാണെന്ന് സംശയവും തോന്നും. एक नजर में देखे तो इसको घोड़ा तो लगता है और उसी समय शक भी होता है क्या ये सही में घोड़ा है या नहीं। ഈ കാര്യം അറിയാതെ കേരളത്തിന്റെ ഭാഗങ്ങളിൽ കടന്നു ചെന്നവർ അവിടെയുള്ള ഗോവധകളെ കണ്ടിട്ട് വേണമെങ്കിൽ കുതിര എന്ന് വേണമെങ്കിൽ പറയും.
और इसको जिन्होंने नहीं देखा है वो लोग जब जाते हैं और इसको देख के कहते हैं ये घोड़ा है। ഈ കോവറുകളുടെ പിന്നീട് വംശവർദ്ധന വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തില്ല. लेकिन इस खच्चर को आगे उपजाऊ नहीं किया जा सकता। ഇതെല്ലാം കൂടെ ചേർത്ത് കർത്താവ് പറഞ്ഞ ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു തരം വിത്ത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലോചനയും മനുഷ്യന്റെ ആലോചനയും തമ്മിൽ ഇടകലർത്തല്ലെന്നാണ് ഇതിന്റെ രക്തചുരുക്കം. और दो बीज का मतलब और इन तमाम बातों को मिलाकर परमेश्वर जो कहना चाहता था, परमेश्वर की आलोचना और लोगों की आलोचना दोनों को साथ नहीं मिलाना। അതിന്റെ അപകടം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനായിട്ട് അബ്രഹാമിന്റെ കുടുംബജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഓർത്ത് ആ ഭാഗം വിടാം. और इसका कितना बड़ा अपघात है ये करने से, ये जानने के लिए इब्राहिम के जीवन से एक छोटा सा एक संस लेकर हम लोग उसको छोड़ देंगे। അബ്രഹാമിനോട് കാലങ്ങൾക്ക് മുമ്പേ ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തിരുന്നു, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ആക്കുവാൻ. इब्राहिम को सालों पहले एक प्रतिज्ञा दिया था परमेश्वर ने कि तेरे वंश को और तेरे पीढ़ी को मैं आकाश के तारे की तरह और समुद्र के किनारे की रेती की तरह बनाऊंगा। എന്നാൽ ആ സന്തതിക്ക് വേണ്ടി ദൈവത്തിന് സമയം വരെ കാത്തിരിക്കാൻ മനസ്സില്ലാതെ അബ്രഹാമും തന്റെ ഭാര്യയായിരിക്കുന്ന സാറായി കൂടി ബുദ്ധിയുടെ പ്രമാണത്തിൽ ആലോചിച്ചിട്ട് ദാസിയിൽ ഒരു തലമുറയെ ഉത്പാദിപ്പിക്കുന്നു. और वहां पर हम देख सकते हैं उस प्रतिज्ञा किए हुए पुत्र के इंतजार ना करते हुए इब्राहिम और साराई जो उसकी पत्नी है वो मिलकर अपनी जो दासी है, नौकर है, उसके द्वारा एक प्रजनन करते हैं। ആ നിലയിലുണ്ടായ തലമുറയുടെ പേരാണ് നാം ഏവരും അറിയുന്ന ഇസ്മായേൽ. और इस तरह से आया हुआ पुत्र का नाम है और उस पीढ़ी का नाम था इस्माइल। എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം വന്നിട്ട് ദൈവം വാഗ്ദത്തം ചെയ്തതായ തലമുറയെ ദൈവം തനിക്ക് കൊടുക്കുവാനിടയായിത്തീർന്നു. വാർദ്ധക്യത്തിൽ എത്തിയിട്ടും തന്റെ ഭാര്യയിൽ കൂടെ കൊടുക്കാനിടയായിത്തീർന്നു. लेकिन परमेश्वर का जब समय आया तो परमेश्वर ने आकर उनके जीवन में प्रतिज्ञा किया हुआ उस पुत्र को दिया, और वो जीवन में वो लोग बुजुर्ग होने के बावजूद भी, बूढ़े होने के बावजूद भी उन लोगों को पुत्र जना। ഇതെല്ലാം നമുക്കറിയാവുന്ന ചരിത്രമാണ്. ये सब इतिहास हम जानते हैं। എന്നാൽ ഈ നിലയിൽ അതിനെക്കുറിച്ച് എത്ര പേര് ധ്യാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. लेकिन इस रीति से कितने लोगों ने इसको मनन किया है ये मैं नहीं जानता। രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. आज रात काल पवित्र आत्मा फिर से इस बात को हमें याद दिलाता है। ആമീൻ. അങ്ങനെ ദൈവത്തിന്റെ സമയത്ത് വാർദ്ധക്യത്തെത്തിയിട്ടും ദൈവം കൊടുത്ത തലമുറയുടെ പേരാണ് ഇസഹാക്ക്. നമുക്കറിയാമല്ലോ. ऐसे परमेश्वर के समय में बुजुर्ग होने के बाद भी जो पुत्र उनको जना उसका नाम है इसहाक। ആമീൻ. ഇപ്പോൾ ഇതാ കുട്ടികൾ രണ്ടുപേരും വളരാൻ തുടങ്ങി. അവർ രണ്ടുപേരും അബ്രഹാമിന്റെ കൂടാരത്തിൽ വളരുകയാണ്. अब दोनों बच्चे लोग की परवरिश होने लगा, वो बढ़ने लगे। अब्राहम की तंबू में दोनों बढ़ रहे हैं। ആമീൻ. തിരിച്ചറിവ് പ്രാപിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതാ ഇസ്മായേലും ഇസ്ഹാക്കും കൂടെ ശണ്ട ഉണ്ടാക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. और उत्पत्ति की किताब में हम पढ़ते हैं कुछ समय के बाद जब दोनों ही होश में आए, दोनों का विवेक बढ़ने लगा, तो उन दोनों में झड़प होने लगा। സ്വൈര്യമില്ലാതെ ഈ ഫാമിലി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുകയാണ്. और अब क्या करना है ये नहीं जानते, अब परमेश्वर के सामने परमेश्वर की सलाह के लिए जाते हैं। അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ദാസിയെയും മകനെയും പുറത്തു കളയുക. तब परमेश्वर की आत्मा उनको कहता है कि दासी और उसके बेटे को बाहर निकाल। ഞാൻ തന്ന ഇസഹാക്കിനെ ഭവനത്തിൽ പാർപ്പിക്കുക. मैंने जो इसहाक को दिया उसे घर में रख। ആമീൻ. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഭവനത്തിനകത്ത് സമാധാനമായി. और जब ऐसा उन लोगों ने किया तो घर में शांति हुआ। ആമീൻ. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? इसमें से हमें क्या समझना है? ഇസ്മായേൽ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സാറായുടെയും ബുദ്ധിയുടെ സന്തതിയാണ്. इस्माइल जो है इब्राहिम और सारा के दिमाग से उपजा हुआ पुत्र है। ഇസ്ഹാക്ക് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ബുദ്ധിയല്ല, ദൈവത്തിന്റെ ആലോചനയുടെ തലമുറയാണ്. लेकिन इसहाक जो है इन दोनों की दिमाग नहीं, लेकिन परमेश्वर की प्रतिज्ञा और परमेश्वर की इच्छा के अनुसार है। ആ ഇസഹാക്കിന്റെ തലമുറയിൽ കൂടെയാണ് നമ്മുടെ കർത്താവ് യേശു ലോകത്തിലേക്ക് രക്ഷകനായി കടന്നു വന്നത്. और उसी इसहाक की पीढ़ी में हमारे यीशु मसीह संसार की उद्धारकर्ता होकर इस संसार में पैदा हुआ। അപ്പോൾ തന്നെ ജഡപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ அதை അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മൾ ഓർത്ത് നോക്കുക. പ്രത്യേക മിഡിൽ ഈസ്റ്റിലുള്ള ദൈവമക്കളായ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇന്നും ഇസ്മായേലിന്റെ തലമുറയും ഇസഹാക്കിന്റെ തലമുറയും തമ്മിൽ യുദ്ധത്തിലല്ലേ. और उसी समय में मैं समझाने के लिए बताता हूँ, खासकर आप लोग जो मिडिल ईस्ट में, आप लोग को ये ज्यादा समझ होगा कि आज भी इस्माइल की पीढ़ी और इसहाक की पीढ़ी में युद्ध चलता है।
ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ആമേ ദ്രുതഗതിയിൽ സ്വന്തം ആലോചനയും കൂടെ ജീവിതം ഇടകലർത്തിയപ്പോൾ ഉണ്ടായതിന്റെ പ്രത്യാഘാതമാണ് ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഇന്നും അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്. तो परमेश्वर की आलोचना का इंतजार ना करते हुए परमेश्वर और मनुष्य का जो है उस दिमाग को, उस आलोचना को मिलाकर जो किया, उसी का फल है, प्रतिफल है, जो आज भी इस्राएल का राज्य अनुभव कर रहा है. അങ്ങനെയുള്ള ഒരു വിപത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ പറയുകയാണ്, 73 സംഗീതത്തിൽ ആസാവ് പറഞ്ഞതുപോലെ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളൂ. और इसी तरह से ऐसा अपघात हमारे जीवन में ना हो, इसलिए जिस तरह से आसफ ने 73 भजन संगीता में कहा, तू तेरी आलोचना के अनुसार मुझे चलाएगा और आगे तू मेरी महिमा और गौरव बढ़ाएगा. നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത്, ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുക എന്നുള്ളതാണല്ലോ. हमारी लक्ष्य जो है वो परमेश्वर की उपस्थिति में, उस अनंतता में पहुंचना है. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. യേശുക്രിസ്തു കാണിച്ചെന്ന തന്റെ സ്വന്തം ജീവിതത്തിലെ വഴി മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ആ അനുഭവമാകുന്ന വഴി മാത്രമേ ഉള്ളൂ. ദൈവാലോചന പ്രകാരം മാത്രം സകല കാര്യങ്ങളും ചെയ്യുക. उसके लिए एक ही मार्ग है, यीशु मसीह के जीवन के जैसा यीशु मसीह ने जिस तरह से किया वही मार्ग है. पवित्र आत्मा जो कहता है उसी बात को हम हमारे जीवन में लागू करें. ആമേൻ. നമ്മുടെ തലമുറകളുടെ മേൽ മാതാപിതാക്കൾ കരം വെച്ച് പറയണം, ആമേൻ, ദൈവമേ നിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. हमारे बच्चों के सर पे हाथ रख के कहना है, परमेश्वर तेरी पूर्ण नहीं तो तेरा सिद्ध इच्छा इनके जीवन में पूरा हो. ആമേൻ. വ്യക്തിപരമായ ഒരാൾ നമ്മളെ ചോദ്യം ചെയ്താൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നാൽ ദൈവത്തിന് എല്ലാം അറിയാമെന്ന് പറഞ്ഞു കൊടുക്കണം. अगर व्यक्तिगत तौर पर कोई हमारे सामने अगर कोई सवाल लेके आता है तो उनसे कहना, मैं कुछ नहीं जानता लेकिन परमेश्वर सब कुछ जानता है. കുറഞ്ഞ പക്ഷം നമ്മൾ ദൈവത്തോട് ഇങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാത്തവർ, ദൈവമേ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എന്റെ തലമുറയുടെ കാര്യത്തിലും നിന്റെ വഴി വിട്ട് ഏതെങ്കിലും രീതിയിൽ ഞാൻ എങ്ങോട്ടേലും തിരിയുന്നുണ്ടെങ്കിൽ ഏത് മാർഗം അവലംബിച്ചാലും വേണ്ടുകയില്ല, എന്റെ ഹിതത്തിൽ നിന്ന് ഞങ്ങളെ വിഘടിപ്പിച്ച് നിന്റെ ഹിതത്തിനകത്ത് മാത്രം ഞങ്ങളെ നിർത്തണമേ. जो प्रार्थना नहीं करते वो कम से कम इतना तो प्रार्थना करना, परमेश्वर केवल तेरी इच्छा पूरी हो. किसी रीति से अगर मैं मेरी इच्छा मेरे बच्चों के ऊपर या मेरी पीढ़ी के ऊपर मैं लाना चाहता हूं तो किसी भी तरह कोई भी मार्ग हो, कोई बात नहीं, उस मार्ग से हमें हटाकर तेरी मार्ग में पूर्ण रूप से हमें वापस लौटाना. തലമുറകളുടെ ബന്ധത്തിൽ പറയുമ്പോൾ അവരുടെ വളർച്ചയുടെ കാര്യത്തിലും, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും, അവരുടെ ഉപരിപഠനത്തിന്റെ കാര്യത്തിലും, അവരുടെ ജോലിയുടെ കാര്യത്തിലും, അവരുടെ കുടുംബജീവിതത്തിന്റെ കാര്യത്തിലും, അവരുടെ സകല കാര്യങ്ങളിലും ദൈവമേ എന്റെ ഇഷ്ടമല്ല, ഞങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം നടക്കട്ടെ. नस्ल के बारे में, हमारी अगली पीढ़ी के बच्चों के बारे में जब कहते हैं तो परमेश्वर उनके परमेश के बारे में, उनकी पढ़ाई के बारे में, उनकी नौकरी के बारे में, उनका जो पारिवारिक जीवन है उसके बारे में, सब कुछ केवल परमेश्वर तेरी इच्छा के सब पूरा हो, हमारी इच्छा नहीं. ദൈവം ആവശ്യപ്പെടുന്നതിന് വേണ്ടി സന്തോഷത്തോടെ അവരെ വിട്ടുകൊടുക്കുവാൻ നാം സന്തോഷമുള്ളവരായിരിക്കണം. परमेश्वर अगर मांगते हैं तो आनंद से उन्हें दे देने के लिए हमें आनंद होना चाहिए. ആമേൻ. നാം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. हम कभी भी दुखी नहीं होंगे. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. शांति का प्रभु हमारे साथ सदैव होगा. ആ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സകല വഴിയിലും കൂടെ ഇരിക്കും. और वो शांति का परमेश्वर जहां भी हमारे बच्चे जाते हैं उन तमाम जगहों पर वो शांति का परमेश्वर उनके साथ होगा. ദൈവത്തിന്റെ ആലോചനയുടെ കൂടെ ബുദ്ധിയുടെ പ്രമാണം ഇടകലർത്തരുത്. परमेश्वर की सलाह के साथ हमारे दिमाग की सलाह को उसके साथ नहीं मिलाना. അവസാനമായി ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, आखिर में मैं ऐसा कहूंगा, ആമീൻ. ബൈബിളിൽ 2 ദൃഷ്ടാന്തങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് വിരോധമായിട്ട് നാം പരിശുദ്ധാത്മാവിനാകുന്ന സ്വന്തം ഹിതപ്രകാരം പോയാൽ നമ്മുടെ ജീവിതം വേണ്ടതുപോലെ ആത്മാവിൽ പണിയപ്പെടത്തില്ല, നമ്മുടെ തലമുറകളുടെ ജീവിതവും പണിയപ്പെടത്തില്ല. परमेश्वर की आत्मा में उस दृष्टांत को, 2 दृष्टांत को आधार करते हुए कहना चाहूंगा, अगर परमेश्वर की आत्मा की इच्छा के अनुसार अगर हम आगे नहीं बढ़ते, हमारी आत्मिक जीवन और हमारे बच्चों की जो आत्मिक परवरिश है दोनों ही परमेश्वर के हित के अनुसार नहीं होगा. ആമേൻ. എന്ന് പറഞ്ഞാൽ ശരിയായ വിശുദ്ധ ജീവിതം നമ്മളിൽ സാധ്യമാകത്തില്ല. ഫലപ്രദമായി ദൈവം പ്രസാദിക്കുന്ന ശുശ്രൂഷയും നമ്മളിൽ കൂടെ വെളിപ്പെടുത്തില്ല.
इसका मतलब सही मायने में परमेश्वर की इच्छा हमारे जीवन में प्रकट नहीं होगा और सही मायने में परमेश्वर की सेवकाई भी हमसे नहीं होगा। ഇത് കർത്താവിൽ നിന്ന് ദർശനമായി പ്രാപിച്ച് ഇപ്പോൾ തന്നെ ആ നില ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സകല ദൈവമക്കൾക്കായി കർത്തൃത്യന്മാർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. और ये परमेश्वर का दर्शन के नाई स्वीकार करके इस तरह से जीने वाले तमाम परमेश्वर के दासों के लिए मैं प्रभु का धन्यवाद करता हूँ। ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ അങ്ങനെ ആയിരിക്കും ദൈവമക്കൾ പറയട്ടെ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, നിങ്ങൾ ട്രാക്കിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. और ऐसा करने वाले मसीह लोगों को मैं कहना चाहूंगा, आप लोगों को कोई गलत नहीं हुआ, आप लोगों से गलती नहीं हुआ है, आप सही पटरी पर हो। പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങളൊരു നിലപാട് സ്വീകരിച്ചതിനകത്ത് ഏത് ക്രൂശ് ചുമക്കേണ്ടി വന്നാലും അതിന് നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. पवित्र आत्मा के मार्गदर्शन के अनुसार जाने की वजह से कोई भी क्रूस क्यों ना उठाना पड़े, वो आनंद से उठाने के लिए तैयार होना चाहिए। അതിന് പേരിൽ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. उसके लिए आपको कोई तनाव या दबाव में आने की जरूरत नहीं। പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്ന ഒരു ദൂതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൽ. पवित्र आत्मा आप लोगों को कहने के लिए जो कहा वो मैं पवित्र आत्मा में आप लोगों को कहता हूँ। നമുക്ക് അങ്ങനെ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, എന്നാൽ കുറെ കൂടെ കാര്യങ്ങൾ അതേ ശാന്തമായിരുന്നതിനും സമാധാനമായിരുന്നതിനും ഒക്കെ പറയാനായിട്ട് ഈ വെളിപ്പാടില്ലാത്ത സാധുക്കളായ മറ്റു സ്നേഹിതർ നമുക്ക് ഉണ്ടായെന്ന് വന്നേക്കാം. और ऐसा करने से वैसा करने से जीवन में थोड़ा और उथल पुथल इतना नहीं होता, थोड़ा शांति होता, ऐसा बोलने वाले बहुत से प्रिय लोग हमारे चारों ओर हो सकते हैं। എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുക്കരുത്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളുക. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ऐसा होगा, लेकिन आपको उसके लिए कान देने की जरूरत नहीं है। सब लोगों से प्रेम करना, लेकिन पवित्र आत्मा जैसा मार्गदर्शन दे बिल्कुल वैसा ही चलना। അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മീയലോകത്ത് വളരെ വേദനകളും ദുഃഖങ്ങളും ക്രൂശിൽ ചുമന്ന ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. और ऐसे तमाम बातों को संसार में अनुभव किया हुआ और क्रूस को सहा हुआ व्यक्ति है प्रेरित पौलुस। താൻ സുവിശേഷം പറഞ്ഞ് വീണ്ടും ജനിപ്പിച്ച് ദൈവകൃപയിലേക്ക് നടത്തിയവർ തന്നെ തനിക്ക് പലപ്പോഴും ശത്രുക്കളായ അനുഭവമുണ്ട്. और उन्होंने जिनको सुसमाचार सुनाकर परमेश्वर में आकर्षित किया और मसीह में लाया, वो लोगों ने उनको दुख दिया। ऐसे कई संदर्भ है। हमें കൊരിന്ത്യർക്കെഴുതിയ ലേഖനം മറ്റും വായിക്കുമ്പോൾ തന്റെ വേദനകൾ നമുക്ക് മനസ്സിലാകും. कुरिन्थियों की पत्री वगैरह जब हम पढ़ते हैं तो उनका दर्द को हम समझ सकते हैं। എന്നാൽ താൻ ഒരു നിലപാടെടുത്തിരുന്നു. താൻ ചോദിക്കുന്നു, ഞാൻ ദൈവത്തെയോ മനുഷ്യനെയോ പ്രസാദിപ്പിക്കുന്നു. ആമേൻ. ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഇനിയും എനിക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കുവാൻ കഴിയുകയില്ല. लेकिन उसने एक निर्णय लिया था, मैं मनुष्यों को या परमेश्वर को प्रसन्न करता हूँ। अगर मनुष्यों को प्रसन्न करता हूँ तो परमेश्वर का सेवक बनने का मुझे कोई हक नहीं। പരിശുദ്ധാത്മാവ് ആരോടോ ഈ ദൂത് സംസാരിക്കുന്ന പോലെ എന്റെ ജീവിതത്തിൽ തോന്നിക്കുന്നു. पवित्र आत्मा किसी से ये बात कर रहा है, ऐसा मेरे हृदय में मुझे महसूस हो रहा है। ആമേൻ. ജീവിതത്തിൽ ഏത് ക്രൂശ് ചുമക്കേണ്ടി വന്നാലും, ഏത് പ്രതികൂലം സഹിക്കേണ്ടി വന്നാലും, ഏത് നിന്ന സഹിക്കേണ്ടി വന്നാലും, ഏത് ധാരണ പെശകൾ ആമേൻ നമുക്ക് കേൾക്കേണ്ടി വന്നാലും, നിങ്ങളുടെ മനസാക്ഷി പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്താണ് ചെയ്തത്, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്താണ് ചെയ്തത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. जो भी बात क्यों ना हो, कितना भी प्रतिकूल परिस्थिति क्यों ना हो, कोई भी बड़ी परेशानी क्यों ना हो, कैसे भी तन्हाई क्यों ना हो, कितना भी दुख की बात क्यों ना हो, लोग कुछ भी क्यों ना कहने दो, लेकिन आपका विवेक जानता है और उससे बढ़कर परमेश्वर जानता है कि आपने क्या किया है। അതിനെതിരായി നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവസ്നേഹം ധാരാളമായി പകർന്നു കൊടുത്ത് ദൈവഹിത പ്രകാരം മാനസാന്തരത്തിലൂടെ അവരെ ദൈവകൃപയിലേക്ക് വീണ്ടും മടക്കി വരുത്തണമേ എന്നുള്ള പ്രാർത്ഥന മാത്രം മതി നമുക്ക്. और उसके खिलाफ जो लुकते हैं उन लोगों को परमेश्वर अपने प्रेम में लौटाकर फिर से प्रभु की उपस्थिति में उनको स्थिर करे, ऐसा प्रार्थना केवल हमारे लिए काफी है। അവർ ആ നിലയിൽ എപ്പോൾ മടങ്ങി വന്നാലും ഹൃദയം തുറന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുള്ളവരുമായിരിക്കണം. और ऐसा वो अगर हृदय तोड़कर वो मन फिराकर वापस आते हैं तो हृदय खोलकर उनको स्वीकार करने के लिए हमें तैयार भी होना है। കോട്ടെ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ചയിലേക്ക് വീണ്ടും കടന്നു വരുന്നു. उस भाग को ऐसा छोड़कर अगले भाग की और अगले विषय की ओर हम ऐसा आते हैं। ആമേൻ. പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ശരിക്കും പണിത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. पवित्र आत्मा से अगर हमारी अगुवाई होता है, पवित्र आत्मा के अनुसार अगर हम चलते हैं तो ही परमेश्वर अपने निर्माण को हमारे अंदर सही तरीके से पूर्ण कर सकते हैं। ആ നിലയിൽ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടാത്ത സകല വ്യക്തികളിലും അതിൻ്റെതായ ദോഷങ്ങളും കന്മഷങ്ങളും ഉണ്ട്. और उसी तरह से परमेश्वर की आज्ञा का जो सम्मान नहीं करते और जो उसके लिए अपने आप को नहीं सौंपते, उनके जीवन में उसके अनुसार खामियां भी है। ആമേൻ. ആ കന്മഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और वो कमी जो है उनके सेवकाई में वो प्रत्यक्ष होते रहता है। അതിന്റെ തിക്ത അനുഭവങ്ങളാണ് ഇന്ന് ആത്മലോകത്ത് നമ്മൾ അനുഭവിക്കുന്നത്.
और इसी का फलस्वरूप है आज हम आत्मिक समाज में जो देखते हैं। ഈ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അതിന്റെ നടുവിൽ നാം വളരെ ഒരു സെപ്പറേഷൻ, ഒരു വേർപാട് പാലിച്ച് നമ്മൾ നിരയായി നിന്നുകൊള്ളണം. और ये वचन स्वीकार करने वालों को मैं कहना चाहूंगा, इसके बीच में भी हमें एक अलगावट को प्रत्ययन करते हुए एक अच्छे से निर्णय के साथ हमको खड़े होना है। പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വന്തം ആലോചനയും കൂടെ ചേർത്ത് കടന്നു പോകുന്നതിനാൽ സംഭവിക്കുന്ന വിപത്തുകളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആമേൻ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. और पवित्र आत्मा का अनुसरण ना करते हुए उसके साथ हमारी विवेक और समझ को लगाकर चलने से कौन सी विपत्ति आ सकता है, इसको दो उदाहरण के साथ बताकर समाप्त करना चाहूंगा। ഒന്നാമത് ആദ്യമായിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 3 മുതൽ 11 വാക്യങ്ങളിലേക്ക് കടന്നു വരണം. एसेकिएल नबी का किताब उसका 24वां अध्याय 3 से लेके 11 तक हमको पढ़ना है। ആമേൻ. ഇപ്പോൾ വായിക്കണ്ട, നിങ്ങൾ അത് നോട്ട് ചെയ്താൽ മതി. സമയമുള്ളപ്പോൾ എടുത്ത് വായിക്കുക. സമയമുള്ളപ്പോഴല്ല, സമയം ഉണ്ടാക്കി വായിക്കുക. अभी नहीं पढ़ना, लेकिन बाद में समय निकालकर इस भाग को पढ़ लेना। ആമേൻ. അവിടെ പറയുന്ന രത്ന ചുരുക്കം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. उसका सारांश में इस तरह बताना चाहूंगा। ആമേൻ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്റെ ഭാഷയിൽ അത് രത്ന ചുരുക്കമായിട്ട് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുക. आप लोग बाद में पढ़कर समझ लेना। मैं मेरी इच्छा के मेरी समझ के अनुसार मैं इसका सारांश बताकर वहां छोड़ दूंगा। ആമേൻ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവരുടെ സംഭവിച്ച കാര്യങ്ങളെ അവിടെ ഒരു പ്രത്യേക നിലയിൽ ഒരു ദൃഷ്ടാന്തമാക്കി ഇങ്ങനെ പറയുന്നു. इस्राएल के घराने ने जब परमेश्वर के विरोध में कार्य किया तो उसके बारे में एक दृष्टांत बनाकर यहोवा ऐसा कहता है। ആമേൻ. ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞാൽ ആമേൻ, അവര് മാംസം അല്ലെങ്കിൽ ഇറച്ചി ഒരു പ്രത്യേകമായ കലത്തിനകത്ത് പാചകം ചെയ്യുന്നതിനെ കുറിച്ച് അവിടെ ഒരു വർണ്ണനയുണ്ട്. वहां पर जो बात बताया गया है, जो फ्लैश होता है या जो वो एक खंडे में डालकर उसको पकाते हैं, उसके बारे में लिखा है। ഈ മാംസം അല്ലെങ്കിൽ ഈ ഇറച്ചി എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഈ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക പോട്ടിനെ കുറിച്ച് പറയുന്നു. അത് ഇങ്ങനെയാണ്, ഒരു കുട്ടകം എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലാവ് നിറഞ്ഞ ഒരു ചെമ്പിന്റെ കുട്ടകമാണ്. और यहाँ पर जो है वो एक हंडे को कहा गया है, और हंडे का मतलब उसके अंदर जो है बहुत सालों से इस्तेमाल करने की वजह से जो एक परत उस पर आ जाता है। ഞാൻ ഒന്ന് വിവരിക്കാം. അത് ചെമ്പ് കൊണ്ടുള്ള ഒരു കുട്ടകനാണ്, ചെമ്പ് കൊണ്ടുള്ള ഒരു പോട്ടാണ്. वो तांबे से बनाया गया एक ऐसा एक हंडी है। ഈ 24:3 മുതൽ 11 വരെ ശ്രദ്ധയോടെ ഈ ദൂത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് പഠിച്ചുകൊള്ളണം. और इस दर्शन को मन में, ये प्रबोधन को मन में रखते हुए 24वें अध्याय का 3 से लेकर 11 तक बात में मनन करके पढ़ लेना। ചെമ്പ് പാത്രം സാധാരണ ഉപയോഗിക്കുമ്പോൾ ചെമ്പിന്റെ മുകളിൽ ഈയം പൂശിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. पीतल का जब आप इस्तेमाल करते हैं, पीतल के ऊपर और एक धातु उसके ऊपर लगाने के बाद उसका इस्तेमाल किया जाता है। ഈയം പൂശാതെ അങ്ങനെ തന്നെ ചെമ്പിന്റെ പാത്രം വെച്ചിരുന്നാൽ അതിന്മേൽ ക്ലാവ് പിടിക്കുമെന്നാണ് മലയാളത്തിൽ പറയുന്നത്. और अगर उस पीतल के हांडी को उसके ऊपर वो धातु बिना लगाए हुए उसको इस्तेमाल करते हैं तो उसके ऊपर और एक परत आ जाता है। ആമേൻ. ആ ക്ലാവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലെ സ്കം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. അതിന്റെ ശരിയായ അർത്ഥം പറഞ്ഞാൽ ഫുൾ ഓഫ് ഫിൽത്തിനെസ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. और उसको अंग्रेजी में अगर उसको कहा जाए तो उसको मेल या स्कम या फिर वो गंदगी कहते हैं। ആമേൻ. അപ്പോ ഈ സ്കം അല്ലെങ്കിൽ ഈ ക്ലാവ് ക്ലാവ് പിടിച്ചിരിക്കുന്ന പോട്ടിനകത്താണ് ഇവരെ ഇറച്ചി പാചകം ചെയ്യുന്നത്. और ऐसा मेला या दाग जिस पीतल के हंडे में है, उसमें ये लोग जो है ये मांस को पका रहे हैं। ഗ്രഹിക്കാൻ ചില ബുദ്ധിമുട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ये थोड़ा हमें जो है हमें डाइजेस्ट करने के लिए थोड़ा मुश्किल ऐसा एक दृष्टांत है। എന്നാൽ പാചകം അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. लेकिन जो पकाना जानते हैं उनको आसानी से समझने वाली बात है। അല്പസ്വല്പം പാചകം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. और थोड़ा पकाना तो हम में से सब लोगों को आता है। ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ആമേൻ, ഈ ക്ലാവ് നിറഞ്ഞ ഈ പാത്രം അടുപ്പിന്മേൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംസം കൊണ്ടുവന്ന് ആമേൻ ഇവരതിനകത്ത് അതിന് വേണ്ട എല്ലാ മസാലകളും ചേർത്ത് നല്ല രീതിയിൽ അതിന്റെ എല്ലാ പ്രപ്പോർഷനോടുകൂടെ അവരത് പാചകം ചെയ്യുകയാണ്. तो इस तरह से दाग लगा हुआ या मेल का जो एक हंडा है, उस हंडे में अच्छा गोश्त, स्वादिष्ट गोश्त को लाकर उसके सारी तैयारी के साथ मसाला वगैरह लगाकर यहाँ पर ये पकवान को बनाते हैं।
ആമീൻ. ഇതിന്റെ സ്മെല്ല് ദൂരെന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ നല്ല സ്മെല്ലാണ്, സ്വീറ്റ് സോറിംഗ് സ്മെൽ എന്ന് വേണമെങ്കിൽ പറയാം. और इसका खुशबू जब दूर से आता है तो बहुत ही मनभावना एक खुशबू आता है। ആമീൻ ആമീൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. और उसका उसका जब गंध हमें आता है तो पता चलता है कि स्वादिष्ट खाना बन रहा है। ആമീൻ. എന്നാൽ അതിൽ നിന്ന് ഇത് പാചകം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇതിൽ നിന്ന് അല്പം എടുത്ത് അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് വായി വെക്കാൻ കൊള്ളത്തില്ല. लेकिन उसमें से कुछ लेकर अगर हम खाने की कोशिश करें तो वो मुंह में रखने के भी लायक नहीं है। ആമീൻ. അത് അല്പമായിട്ടെങ്കിലും അകത്ത് പോയാൽ ഒരു ഫോറിൻ ബോഡി അകത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സകല പ്രത്യാഘാതങ്ങളും പിന്നീട് ഉണ്ടാകും. और अगर उसमें से थोड़ा भी हमारे अंदर जाए, जिस तरह से बाहर का कोई चीज अंदर जाने से जो तकलीफ होता है वो तमाम तकलीफ हमें होगा। കാരണം മറ്റൊന്നുമല്ല, ഈ ഇറച്ചി പാചകമായിക്കൊണ്ടിരിക്കുമ്പോൾ അത് തിളച്ച് അതിന്റെ ചാറ് കുറുകി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ ചാറ് കുറുകി അതങ്ങനെ പാചകമായി നല്ല രീതിയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാത്രത്തിന്റെ ക്രാവും കൂടെ ഇതിനകത്തേക്ക് ഇറങ്ങുകയാണ്. तो होता यह है, वहां पर जैसा लिखा है, ये पकवान जब पकता है और पानी जब उसमें उबलने लगता है और ये सब उसके साथ मिल जाता है तो उसका जो तरल है उसके साथ ये पॉट, ये जो हंडा है उसकी गंदगी भी उसके साथ मिल जाता है। അവൻ നല്ല കാര്യമാണ് പാചകം ചെയ്യുന്നത്, പക്ഷേ ക്രാവ് നിറഞ്ഞ പാത്രത്തിനകത്തായതുകൊണ്ട് ആർക്കും അനുഭവിക്കാൻ കഴിയത്തില്ല. पकवान करना तो बहुत अच्छी बात है, लेकिन गंदे बर्तन में अगर आप पकवान करते हैं तो किसी के लिए वो उपयुक्त नहीं होगा। ആരെങ്കിലും അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. और अगर कोई उसको खाते हैं तो उसका पार्श्वबल होगा। ഒടുവിൽ ദൈവാത്മാവ് ദൈവദാസനിൽ കൂടെ പറയുന്നു, നിങ്ങൾ ആ ക്ലാവുള്ള പാത്രത്തിൽ നിന്ന് ഈ മാംസം ഒഴിച്ചെടുത്ത് മാറ്റിയിട്ട് ഈ കറി എടുത്ത് ഒഴിച്ചു മാറ്റിയിട്ട് ആ പാത്രം അങ്ങനെ തന്നെ അഗ്നി കൊണ്ട് ജ്വലിക്കുന്ന ഒരു അടുപ്പത്ത് കൊണ്ട് വെക്കുക. और उसके बाद प्रभु का दास को वो परमेश्वर कहता है कि उसमें से सब कुछ हटाकर, मांस को हटाकर, गोश्त को हटाकर उस बर्तन को उसी तरह एक आग के भट्टी में रख दे। ആമീൻ. അങ്ങനെ ആ അഗ്നിക്കകത്ത് ഇത് ഇരിക്കുമ്പോൾ അതിന്റെ ക്ലാവ് മുഴുവനും ഉരുകി അതിനകത്തൂടെ ഒഴുകി അത് മുഴുവനും പുറത്തു പോകാനിടയായിത്തീരും. और इस तरह से जब उसको आग में रखा जाएगा, उस जलजलाहट की वजह से उसके अंदर जो मेल है, जो गंदगी है, वो परत जो होता है वो पिघल कर निकलने लगेगा। അങ്ങനെ ക്ലാവിനെ മുഴുവനും നിർമാർജനം ചെയ്ത് ഈ കുട്ടകത്തെ ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾ പുതിയ മാംസം കൊണ്ടുവന്ന് അത് മേത്തരമായ രീതിയിൽ പാചകം ചെയ്താൽ ജനത്തിന് അത് അനുഗ്രഹമായിരിക്കും. और उसके बाद इसको पूर्ण तरह से शुद्ध करके उसके बाद इसके अंदर नया गोश्त डाल के फिर मसाला से इसको जब बनाया जाएगा वो लोगों के लिए उपयुक्त होगा। ആമീൻ. ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരാറുണ്ട്, ദൈവം തന്നെ ജനത്തെ അത് വിശുദ്ധീകരണത്തിലേക്ക് നടത്തേണ്ടതിന് ഇങ്ങനത്തെ ഉദാഹരണം വരെ പോലും കർത്താവിന് പറയേണ്ടി വന്നല്ലോ എന്ന്. तो मैं कई बार ऐसा सोचता हूँ, परमेश्वर ने अपने लोगों को पवित्रताई में चलाने के लिए इस तरह से उदाहरण को भी कहना पड़ा। ദൈവം ഇറച്ചിക്ക് വേണ്ടോ കുട്ടകത്തിന് വേണ്ടിയോ സംസാരിക്കുന്നവനാണോ? तो परमेश्वर क्या ऐसे हांडियों वगैरह से बात करने वाला व्यक्ति है? അതിനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ വര ചൂണ്ടുകയാണ് ദൈവം. लेकिन उसे एक माध्यम बनाकर हमारी आत्मिक जीवन की ओर इशारा करता है परमेश्वर। ഞാൻ ഒരു സമൂഹത്തെ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും പ്രത്യേകിച്ച് എടുത്തു കാണിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ ഒരു തത്വം മനസ്സിലാക്കിക്കൊള്ളണം, ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിക്കൊള്ളണം. मैं किसी को या किसी समाज को यहाँ पर कोई दोषी ठहराना नहीं चाहता, लेकिन इसमें से एक सिद्धांत हमको समझना है। ആമീൻ. നാം ആയിരിക്കുന്നതെല്ലാം ഇന്നലെ പഠിച്ചതുപോലെ കൃപയാൽ മാത്രമാണ്. जैसा हमने कल पढ़ा, जो भी हम है वो केवल अनुग्रह ही से है। ലഭിച്ചതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. केवल जो मिला है उसके अलावा कहने के लिए कुछ नहीं। ഇപ്പോഴും നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. और अभी भी हमारा निर्माण हो रहा है। അപ്പോൾ തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് അതിന്റെ ദൂത് മനസ്സിലാക്കാം. उसी समय इस परमेश्वर के वचन के द्वारा उसके दर्शन को हम समझे। ഇസ്രായേലിലെ ജനം നല്ലൊരു ഭാഗവും അത് അവരെ ആത്മീയമായി ജീവിക്കുന്നെന്ന് അഭിമാനിക്കുന്നുണ്ട്, ആത്മീയമായി ഫലപ്രദമായ നിലയിൽ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് അവർ അഭിമാനിക്കുന്നുണ്ട്. എന്നാൽ ക്രാവ് നിറഞ്ഞ പാത്രത്തിനകത്തെ ഇറച്ചിക്കറി പോലെയാണ് അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനത്തിന് അനുഭവപ്പെടുന്നത്. इस्राएल में अधिकांश लोग विश्वास करते हैं कि वो परमेश्वर के मार्ग में चलते हैं, वो सच्चा सेवकाई करते हैं या वो परमेश्वर की कार्यों को करते हैं, लेकिन उसी समय जिस तरह से मेले बर्तन में पकवान बनाया जाता है और उसका जैसा लोग अनुभव करते हैं, उस तरह से उनका सेवकाई लोगों के लिए परिणाम होता है।
ആമേൻ ആമേൻ ഇവരിൽ നിന്ന് ഒഴുകുന്നതായ ഈ ക്ലാവും കൂടെ വേണം ഈ സാധുക്കളായ ജനം അനുഭവിക്കാനായിട്ട്. और इनमें से जो ये मेल जो फैलता है वो भी ये लोग जो है उन्हें वो अनुभव करना पड़ता है. ആ ക്ലാവോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവരിലും ആ ക്ലാവ് ഉണ്ടാവുകയാണ്. और जिस तरह से वो मेला जो पकवान खाने वाले लोग होते हैं उनमें भी ये मेल लग जाता है. ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു ദുരാത്മാവും തന്നെ ബാധിച്ചിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. शाऊल के बारे में पढ़ते हैं, उसके बाद परमेश्वर की आत्मा जब था उसी समय में एक दुष्ट आत्मा भी उसके ऊपर आ गया, ऐसा हम पढ़ते हैं. ഇയാൾ മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ എപ്പോഴും ദാവീദ് കിന്നരം വായിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. और अगर ये शांत बैठना है तो दाऊद को हमेशा वो हाथ खेलना पड़ता, वो उपकरण को खेलना पड़ता था. അങ്ങനെ ഒരു മനുഷ്യന്റെ അടുക്കൽ എപ്പോഴും ഒരുത്തരം വീണയും വായിച്ചുകൊണ്ട് കൂടിയിരിക്കാൻ പറ്റുമോ? और एक व्यक्ति के पास हमेशा क्या इस तरह से सितार बजाते हुए बैठ सकता है? ആമേൻ. അത് വീണവായന നിർത്തുമ്പോഴത്തേക്ക് അയാൾ അയാളുടേതായ തരം കാണിക്കാൻ തുടങ്ങും. और उस तरह से वो वीणा को बजाना जब बंद कर देता है तब वो अपना असली स्वभाव दिखाता है. ചിലരെ എപ്പോഴും ആരാധനയിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും പ്രസംഗപീഠത്തിലും നിർത്താമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. कुछ लोगों को हमेशा सेवकाई में, प्रार्थनाओं में और इस तरह से रुकाएंगे तो उनको कोई बात नहीं, कोई बाधा नहीं. ഇവർ ഫാക്ടറിയിലോ വീട്ടിലോ ചെന്ന് കഴിഞ്ഞാൽ അവർ അവരുടേതായ തരം എടുക്കാൻ തുടങ്ങും. लेकिन ये लोग अपनी दफ्तरों में या घरों में जाते हैं तो वो अपना स्वभाव दिखाते हैं. പിന്നെ ആ തരം കൊണ്ടാണ് പിന്നെയും ഒരു ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ശുശ്രൂഷയ്ക്കുമായിട്ട് കടന്നു പോകുന്നത്. और उसके बाद उसी स्वभाव को लेकर वो आराधना और सेवकाइयों में जाते हैं. എന്താണ് ഈ ക്ലാവ് എന്ന് പറഞ്ഞാൽ? ये मेल का मतलब क्या है? ആമേൻ. ഞാൻ മനസ്സിലാക്കുന്നു ലോക സ്നേഹം വ്യക്തമായും ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. मैं समझता हूँ पर मैं संसार का प्रेम उनके जीवन से पूर्ण रूप से अभी तक निकला नहीं है. ദ്രവ്യാഗ്രഹം വിട്ടുപോയിട്ടില്ല പൂർണ്ണമായിട്ട്. पैसे का प्रेम पूर्ण रूप से निकला नहीं है. അത്യാഗ്രഹം വിട്ടുപോയിട്ടില്ല. और लोभ उनके जीवन से नहीं गया है. അധികാരമോഹം വിട്ടുപോയിട്ടില്ല. और अधिकार जो है, औहदे जो है, उसका मोह उनके जीवन से नहीं हटा. മറ്റുള്ളവരാൽ പേരും പ്രശംസയും നല്ലവരെന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ള പ്രവണത വിട്ടുപോയിട്ടില്ല. दूसरे उनको गौरव दे, मान सम्मान दे, शाबाशी दे, ये उनके जीवन से निकला नहीं है. ജഡത്തിന്റെ പല സ്വഭാവങ്ങളിന്മേൽ ഇനി പൂർണ്ണമായ ജയം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. और शरीर के बहुत से स्वभावों के ऊपर अभी भी जय प्राप्त नहीं कर पाए. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇവരെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. और ऐसे स्वभावों के साथ वो आत्मिक जीवन को निभाते हैं. ചുരുക്കം പറഞ്ഞാൽ ഇവരിൽ നിന്ന് ഈ സ്വഭാവങ്ങളുടെ പുറകിലെ ആത്മാവും കൂടെ ആവേശിക്കുന്നത് കൊണ്ട് ഒരു മലിനാത്മാവിന്റെ പ്രവർത്തനമാണ് ഇവരിൽ നിന്ന് പുറപ്പെടുന്നത്. तो अगर संक्षेप में कहे तो इनके जीवन में जो ये कार्य होता है उसके साथ एक दुष्टात्मा का भी कार्य उनके जीवन से प्रकट होता है. ഇവരുടെ രീതിയിലുള്ള ആളുകളെ അവർക്ക് വാർത്തെടുക്കാനായിട്ട് ഒരിക്കലും കഴിയത്തുള്ളൂ. और इनके रीति के जैसे है वैसे लोगों को ही वो बना सकते हैं, निर्माण कर सकते हैं. ഈ പലയിടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും അവരെ ധാരാളമായി ശുശ്രൂഷിക്കുന്ന ആളുകളുടെ ഏതാണ്ടൊക്കെ നേച്ചർ തന്നെയാണ് ആ ശുശ്രൂഷ അനുഭവിക്കുന്ന ആളുകൾക്ക് വന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. अधिकांश समूह में हम यही देखते हैं, जिस तरह से वहाँ सेवक होता है, सेवक का स्वभाव होता है, उसी तरह से सेवा अनुभव करने वाले लोग भी होते हैं. ഞാൻ പുകഴ്ത്തി പ്രശംസയായിട്ടും പറയുകയല്ല. പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ ഹിതപ്രകാരം ശുശ്രൂഷിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല ദൈവത്തിന്റെ നല്ല ദാസന്മാർക്കായി സ്തോത്രം ചെയ്യാം. मैं घमंड होने के लिए कुछ नहीं कहता, लेकिन परमेश्वर की पवित्र आत्मा की अगुवाई में सेवकाई करने वाले तमाम प्रभु के दासों के लिए हम प्रभु का धन्यवाद करें. ആത്മലോകം മുഴുവൻ ഇങ്ങനെ ആയിരുന്നെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे कि सारा आत्मिक समूह ऐसा हो. എന്നാൽ ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. लेकिन इस परमेश्वर के वचन को जब हम मनन करते हैं तो हमें अपने आप को भी सुरक्षित रखना है. ദൈവം വെറുക്കുന്ന ഏതെങ്കിലും ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളോ രീതികളോ പ്രവണതകളോ ഒരു ക്ലാവ് പോലെ നമ്മളിൽ തുടരാൻ പാടില്ല. परमेश्वर घृणा करने वाला, परमेश्वर को पसंद ना हो ऐसा कोई भी स्वभाव, ऐसा कोई भी मेल हमारे जीवन में नहीं होना चाहिए. അങ്ങനെ വല്ലതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ദൈവാത്മാവെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതിന് മുമ്പാകെ നാം ദൈവം മുമ്പാകെ കടന്നു ചെല്ലണം. और ऐसी कोई बात हमारे जीवन में है तो हमें प्रार्थना करना है कि परमेश्वर की आत्मा मुझे इस बातों को प्रकट कर दे, और वो प्रकट करते समय प्रभु की उपस्थिति में जाके हमको बैठना है. ആമീൻ. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്കകത്തേക്ക് നമ്മളെ വിടാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. परमेश्वर की पवित्र आत्मा नाम उस भटकी में हमें अपने आप को सौंप देना है.
ആ പരിശുദ്ധാത്മാവിന്റെ ആ സ്വർഗീയമായ അഗ്നി നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ധാരാളമായിട്ടൊന്ന് ഇറങ്ങി വരാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. और उस पवित्र आत्मा का स्वर्गीय आग जो है हमारे अंदर उतर आने के लिए हमें समर्पण करना है. ആമേൻ. അപ്പോൾ ദൈവഹിതമില്ലാത്ത സകല സ്വഭാവങ്ങളെ കത്തിച്ച് ദൈവാത്മാവ് ദൂരെ കളയും. और जब ऐसा हो तो परमेश्वर के हित के विरोध में भलवा करने वाली ऐसी कोई भी स्वभाव हमारे अंदर है तो उन तमाम स्वभाव को पवित्र आत्मा का आग जो है भस्म कर देगा. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് ദൈവാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിപ്പീൻ എന്ന് പറയുന്നു. रोमर की पत्री 8 में इसलिए कहा कि परमेश्वर की आत्मा से शरीर की कामों को हम मार दे. ചില സ്വഭാവങ്ങളുടെ മേൽ വ്യക്തമായ ജയം നമുക്കുണ്ടാകണമെങ്കിൽ അതിന്റെ ആഗ്രഹം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകണമെന്ന് വരികിൽ പരിശുദ്ധാത്മാവിന്റെ അധികമായ അഗ്നി നമ്മൾ എരിഞ്ഞ് കത്തിയേ മതിയാകത്തുള്ളൂ. कुछ स्वभाव से हमें अगर उजागर पाना है, उसमें से मुक्ति पानी है और उसकी इच्छा समेत अगर हमें उसमें से मुक्ति पाना है तो परमेश्वर की आग के सामने उसके सामने जलकर राख होने के लिए अपने आप को समर्पण करना है. ആമേൻ. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ദൈവഹിതമില്ലാത്ത സ്വഭാവങ്ങളെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ടുള്ള അനുഭവങ്ങൾ ഇല്ലെങ്കിലും ഒരു കൃപാവരം ലഭിച്ചതിന്റെ കെയറോഫിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. और ऐसा पवित्रता ही परमेश्वर के सामने अगर ना भी बरते तो कोई वरदान परमेश्वर के सामने मिला है, इसलिए उनकी सेवकाई ऐसा वो आगे ले जाते हैं. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ഇങ്ങനെ ശുശ്രൂഷിച്ചത് കൊണ്ട് എന്റെ ജീവിതമെല്ലാം ഇതുപോലാണെന്ന് നിങ്ങൾ ധരിക്കരുത്. मैं ऐसा सेवकाई करता हूँ इसलिए आपका जीवन भी ऐसा होगा, ऐसा आप लोग नहीं सोचना. എന്റെ ശുശ്രൂഷയല്ല ഞാൻ ആരാണെന്ന് എന്നെ വ്യക്തമാക്കുന്നത് ആമേൻ ആരും അറിയാത്ത മേഖലയിലുമുള്ള എന്റെ ജീവിതമാണ് ഞാൻ ആരാണെന്ന് വ്യക്തമാക്കുന്നത്. मेरा सेवकाई मैं कौन है ये प्रकट नहीं करता, लेकिन मेरे रहस्य समय में मैं कैसा मेरा जीवन है वो मैं सही में हूँ, वो मेरा प्रकटीकरण है. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ടല്ലോ, വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്, അതിന്റെ വരം കൊണ്ടല്ല അറിയുന്നത്. मत्ती के सुसमाचार 7वें अध्याय में यीशु मसीह सिखाता है एक वृक्ष को उसके जो फल से जाना जाता है, उसके वरदान से नहीं. ആമേൻ. വരം ആമേൻ ദൈവം നമുക്ക് നൽകിയ ഒരു ദാനമാണ്. वरदान जो है परमेश्वर का एक दान है. എന്നാൽ ഫലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഒരു കൃഷിയിലൂടെ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. लेकिन फल जो है परमेश्वर की पवित्र आत्मा की सहायता से उसको उपज करते हुए प्रयास करते हुए हमारे अंदर से उत्पन्न होने वाला प्रयोजन है. അവിടെ പ്രധാനമായിട്ടും അതേ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. और वहां पर पवित्र आत्मा हमको हमारी मदद करता है. ഒരു കൂട്ടം ശുശ്രൂഷാ വൃന്ദങ്ങളെ കുറിച്ച് നമ്മൾ 7-ാം അധ്യായം മത്തായി 7 നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ ചിലരോട് വന്നു പറയും, നിങ്ങളുടെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ പറയും. എന്നാൽ ഞാൻ ഒന്ന് പറയും, ഞാൻ നിങ്ങളെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. मत्ती के सुसमाचार 7वें अध्याय में आगे इस तरह से कहता है, उस दिन कुछ लोग आके मुझसे कहेंगे, हे प्रभु हमने तेरे नाम में दुष्ट आत्मा को बाहर निकाला, लोगों को चंगा किया. लेकिन यीशु मसीह कहता है, मैं तुम्हें कहूंगा अधर्म करने वाले लोगों मेरे सामने से निकल जाओ. ആമേൻ. 1:13 പറയുന്നുണ്ട്, ആമേൻ സ്വർഗ്ഗം മലകളെ നീക്കുവാൻ വിശ്വാസമുണ്ടെങ്കിലും സകലവിധ പ്രവചനപരമുണ്ടെങ്കിലും എന്തെല്ലാം കാര്യമുണ്ട്, എന്റെ ശരീരം ചുടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനസ്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞവനല്ലെന്ന് വരികിൽ ഞാൻ മുഴങ്ങുന്ന ഒരു ചെമ്പോ അതെ ചെലമ്പുന്ന ഒരു കൈത്താളമോ പോലെ മാത്രമാണ്. पहली कुरिन्थियों में लिखा है कि मैं अगर भविष्यवाणी करूं, वरदान भी करूं, अपने आप को आंख के झोंकने के लिए भी अपने आप को दे दूं, लेकिन अगर मेरे अंदर प्रेम नहीं है तो सिर्फ बजने वाला एक वीणा के समान या ताली के समान है. ആമേൻ. 1:13-4-8 വരെ വായിക്കുമ്പോൾ എങ്ങനെയുള്ള സ്നേഹമാണ് വേണ്ടിയത് അവിടെ പറയുന്നുണ്ട്. पहली कुरिन्थी 13 उसका 4 से लेके उसमें लिखा है किस तरह का प्रेम हमारा होना है. ദീർഘമായി ക്ഷമിക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, ദോഷം കണക്കിടാത്ത, അയോഗ്യമായി നടക്കാത്ത, സ്വാർത്ഥം അന്വേഷിക്കാത്ത, ഒരു നാട് മുതിർന്നു പോകാത്ത 15 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ 15 കൂട്ടം കാര്യങ്ങളെ അതാതിന് സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആ ഡിവൈൻ നേച്ചർ, ആ ദൈവിക സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ് സ്വർഗം അംഗീകരിക്കുന്നത്. पहली कुरिन्थी 13वां अध्याय 4 से लेके आगे वहां पर 15 विषयों को लिखा गया है. वो प्रेम के बारे में लिखा गया है, जहाँ पे लिखा है कि हमें धीरजवंत होना है, कृपालु होना है, प्रेम में डाह नहीं, प्रेम में बड़ाई नहीं करते, प्रेम में भूलता नहीं. इस तरह से जो भी बातें वहां लिखा है उसमें से भरकर जो सेवकाई हम करते हैं और इन फलों को जब हम प्रकट करते हैं वो परमेश्वर की इच्छा के अनुसार परमेश्वर को भाने वाला सेवा है. റോമാലേഖനം 5:5 പറയുന്നത് ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് പറയുന്നത്.
रोमर की पत्री 5 के 5 में लिखा है, और ये प्रेम हमारे अंदर परमेश्वर की आत्मा ले आता है। ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകാൻ തക്കുന്ന ഹൃദയങ്ങളെ പരിശുദ്ധാത്മ സഹായത്തോടെ ഒരിക്കലെങ്കിലും മതിയാകത്തുള്ളൂ. और ये प्रेम अगर हमारे अंदर आना है तो हमारे हृदय को परमेश्वर के लिए तैयार करना है। അവൻ ഈ സ്നേഹമില്ലാതെ ശുശ്രൂഷിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പഴയ നിയമത്തിൽ പഠിക്കുന്നുണ്ട്. ये बिना इस प्रेम के सेवकाई किया हुआ एक व्यक्ति के बारे में पुराना नियम में हम पढ़ते हैं। ആ യോനായുടെ പുസ്തകം പഠിക്കുമ്പോൾ യോനായാണെന്നത് മനസ്സിലാക്കാൻ കഴിയും. जोना की किताब को जब हम पढ़ते हैं, जोना है ऐसा हमें समझ आता है। 2 രാജാക്കന്മാർ 14 അധ്യായത്തിൽ 24 വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം അവിടെ ആദ്യകാലത്ത് യരോബയാം രാജാവിന്റെ കാലത്ത് ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. दूसरा राजा 16 में वहां पर लिखता है, पहला राजा यरोबाम के समय में वो योना वहां पर सेवा किया, ऐसा हम पढ़ते हैं। അവൻ യരോബയാം ഒന്നാമന്റെ കാലത്ത് താൻ ചെയ്തുകൊണ്ടിരുന്ന പാപം തന്നെ യരോബയാം രണ്ടാമൻ ചെയ്തുകൊണ്ട് തുടർന്നപ്പോൾ ദൈവം യോന എന്ന ശക്തനായ പ്രവാചകനെ നിയോഗിച്ചാണ് ആ യരോബയാമിന് മാനസാന്തരം ഉണ്ടാക്കി രാജ്യത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. पहला रेहोब ने जो पाप किया वही पाप को यरोबाम दूसरा ने भी जब किया, उस समय में वो सामर्थी भविष्यवक्ता योना को भेजकर और शत्रु के हाथों से इस्राएल के लोगों को परमेश्वर ने बचाया। തന്റെ ശുശ്രൂഷ രാജാവിനെ രാജ്യത്തെ വരെ സ്വാധീനിച്ച ചരിത്രമാണ് 2 രാജാക്കന്മാർ 14 അധ്യായം. तो दूसरी राजा 14वें अध्याय में हम देखते हैं वहां के राज्य को और राजा को प्रभावित करने वाला सेवकाई का योना का सेवा। എന്നാൽ രാജാവിന്റെ ആ പ്രവാചകന്റെ ശുശ്രൂഷയെക്കാൾ ദൈവം ശ്രദ്ധിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയാണ്. लेकिन उसकी सेवा से बढ़कर योना का स्वभाव की ओर परमेश्वर ने ध्यान दिया। മുമ്പേ പറഞ്ഞതുപോലെ ദൈവഹിതമില്ലാത്ത ഒരു ക്ലാവും ആ ക്ലാവും അകത്ത് വെച്ചുകൊണ്ടാണ് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. क्योंकि जैसा पहला कहा परमेश्वर का, जैसा कहा वो मेल को रखकर ये योना वहां पर सेवकाई करता था। ആ ക്ലാവ് വെളിപ്പെടുത്താനാണ് ഇദ്ദേഹത്തെ ആമേൻ നിനവേലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്തത്. और उस मेल को प्रकट करने के लिए परमेश्वर ने उसको निनवे में तबादला दिया। ആമേൻ നിനവേക്കാരുടെ മാനസാന്തരം ദൈവമൊക്കെ അറിയാമല്ലോ. निनवे का मन फिर आप लोग जानते हैं। എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താണ് അദ്ദേഹത്തെ നിനവേൽ ദൈവം കൊണ്ട് എത്തിച്ചത്. ആ നിനവേൽ ഒടുവിൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വചനം അദ്ദേഹത്തിന്റെ പ്രവചന ശുശ്രൂഷ കേട്ട് ജനം ആഴത്തിൽ മാനസാന്തരപ്പെടുന്നു. അവർക്ക് വരുത്തുമെന്ന് ദൈവം നിശ്ചയിച്ചതായ ആ വലിയ ശിക്ഷ ദൈവം അവർക്ക് വരുത്തിയില്ല. അതിനെക്കുറിച്ച് ദൈവം മനസ്സ് മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. और योना के लोगों के बारे में हम जानते हैं, वो परमेश्वर के सामने मन फिराते हैं, वो उपवास करते हैं, वो प्रार्थना करते हैं, और उसके कारण परमेश्वर ने जो बोला था उनके खिलाफ, जो भविष्यवाणी किया, जो अनर्थ जो हानि उनके ऊपर लाना था, परमेश्वर ने वो उनके ऊपर लाया नहीं। परमेश्वर अपना मन को बदलता है। ആത്മഭാരമുള്ള ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ശുശ്രൂഷയിലൂടെ ഒരു ഫലപ്രാപ്തി പുറത്ത് വന്ന് കണ്ടാൽ സന്തോഷിക്കുകയാണല്ലോ വേണ്ടിയത്. और आत्मा का बोझ जिस प्रभु के दास में है, उसकी सेवा के द्वारा जब इस तरह का बदलावट होता है तो उसे आनंद होना चाहिए। എന്നാൽ യോനായുടെ പുസ്തകം 4:1 നമ്മൾ എന്താണ് വായിക്കുന്നത്? ആ ദൈവവൃത്തി തനിക്ക് അനിഷ്ടമായി. लेकिन उस योना की किताब 4:1 में हम पढ़ते हैं, परमेश्वर की ये बातें उसको बुरा लगा। ആമേൻ ആമേൻ. എന്താണ് അതിന്റെ അനിഷ്ടം? എന്തുകൊണ്ടാണ് അതിന് അനിഷ്ടം ഉണ്ടായത്? താൻ പ്രവചിച്ചു ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ദേശം ഉന്മൂലനാശമായി പോകുമെന്ന് പറഞ്ഞു. അത് ഉന്മൂലനാശമാകുമ്പോൾ തന്റെ പ്രവചനം അതുപോലെ നിറവേറിയെന്ന് പറഞ്ഞ എന്റെ ക്രെഡിറ്റ് തനിക്ക് എടുക്കണമായിരുന്നു. क्यों उसको बुरा लगा? क्योंकि उसने भविष्यवाणी दिया इतने दिनों के बाद ये देश जो है वो नाबूद हो जाएगा, लेकिन ऐसा नहीं हुआ। तो क्या हुआ? वो भविष्यवाणी वो वहां पर विफल हुआ। उसको चाहिए था वो भविष्यवाणी पूरा हो ताकि उसका श्रेय उसको मिले। പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാണ് നിർത്തുന്നത്? ആമീൻ. അവസാനം പറയുന്നു, ആ ജനം നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഇടകൈ വലങ്കി അറിയാതെ ഇവർ നിത്യനാശത്തിലേക്ക് പോകുന്നതാണോ, ഇവർ രക്ഷപ്പെടുന്നതാണോ വല്ലത് ചോദിക്കുമ്പോൾ ആമീൻ ഞാൻ നിന്നോട് എതിർക്കുന്നു എന്ന് പറഞ്ഞാണ് താൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. परमेश्वर की आत्मा उससे सवाल करता है, जो लोग दाएं हाथ से बाएं हाथ नहीं जानते, वो लोग जो नाश होना था, तुझे ये पसंद था क्या? उनका बच जाना पसंद था? आखिर में योना इस तरह से उसको समाप्त करता है, मुझे वो क्रोध होता है, मुझे वो बुरा लगा। ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് എല്ലാത്തിനേക്കാളും കൂടുതൽ ദൈവം പ്രാധാന്യം കൊടുക്കുന്നു. और इससे हमें ये समझ आता है, परमेश्वर हमारी जीवन को, हमारी चाल चलन को सबसे ज्यादा महत्व देता है। ആ ജീവൻ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുന്നൊരിക്കൽ പരിശുദ്ധാത്മാ ശക്തമായി നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുന്നുള്ളൂ. और वो जीवन हमारे अंदर सही मायने में अगर कार्य करना है तो पवित्र आत्मा हमारे जीवन में उतर कर वो उसी प्रशासन के साथ कार्य करना है। യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം പഠിക്കുമ്പോൾ യേശുവിനെ ലാസറിനെ ഉയർപ്പിച്ചതിനകത്ത് പോലും പ്രശംസ എടുത്തില്ല. योना के सुसमाचार 12वें अध्याय में हम देखते हैं, यीशु मसीह ने लासर को जिलाया लेकिन उसका भी श्रेय उसने नहीं लिया।
യവനന്മാർ തന്നെ കാണാനായിട്ട് കടന്നു വരുമ്പോൾ അവൻ കർത്താവ് പറയുന്നു, ഈ ലാസർ മരിച്ച് 4 നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച അവസ്ഥയിൽ ഇവനെ ഉയർപ്പിച്ചെങ്കിലും ഞാനാകുന്ന ഈ ഗോതമ്പ് മണി ഇനിയും നിലത്ത് വീണ് ചത്തിട്ടില്ലെന്നാണ് പറയുന്നത്. यूनानी लोग जब वहां पर आकर यीशु मसीह से बात करते हैं तो यीशु कहता है, मैंने लाजर को जिलाया लेकिन फिर भी मैं जो एक गेहूं का दाना हूं, अब भी मुझे नीचे गिरकर मरना बाकी है. ലാസറിനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ക്രൂശിലെ കഠോരമായ പീഡയുടെ മുമ്പാകെ ദോഷം കണക്കിടാതെ ജനത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ. लाजर को जी उठाने वाले शक्ति से भी कितना अधिक शक्ति और पवित्र आत्मा का सामर्थ्य का जरूरत था आने वाले उस क्रूस के कष्ट को बिना कुछ प्रतिक्रिया किया हुआ है उसको सहना. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയട്ടെ, പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടി കാണും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ച് കാണും, നമുക്ക് ജോലി കിട്ടി കാണും, പ്രമോഷൻ കിട്ടി കാണും, അല്ലെങ്കിൽ പല വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നമുക്ക് സൗഖ്യം കിട്ടി കാണും. എന്നാൽ അതിലൊന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് എന്റെ ലൈഫ് എന്റെ കർത്താവിന് മുമ്പാകെ എങ്ങനെയുണ്ടെന്നുള്ളതിലാണ്. मसीह लोगों, हो सकता है प्रार्थना करने से हमने जो मांगा वो मिला, हमें अच्छी नौकरी मिली, हमें तरक्की मिल गई, हमारी तनख्वाह बढ़ गया, बच्चों के बारे में सब सुधर गया, लेकिन इसमें हमको घमंड नहीं करना है. हमें इसमें घमंड करना है कि परमेश्वर के सामने मेरा जीवन कैसा है. ഇന്ന് രാത്രികാലം നമ്മുടെ ഉള്ളത്തെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു സ്വയശോധനയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. आज रात काल बिना किसी शर्त के हमारे जीवन को पूर्ण रूप से जांचने के लिए अपने आप को पवित्र आत्मा के सामने समर्पण कर दे. അവസാനമായി യെരമ്യാ പ്രവാചകൻ 48 11 മുതൽ ചില വാക്യങ്ങളിൽ കൂടെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ചില വാക്കുകൾ ചുരുക്കട്ടെ. आखिर में यिर्मयाह नबी के किताब से 48वें अध्याय से कुछ बातों को बताकर अपने वचन को समाप्त करना चाहूंगा. 48 11 മുതൽ 11 12 നമ്മൾ വായിക്കേണ്ട വാക്യം. 48 का 11 और 12 हम पढ़ेंगे. यिर्मयाह नबी का किताब 48 उसका 11 और 12. അത് ദൈവമക്കൾ വായിക്കേണ്ട, പിന്നീട് വായിച്ചാൽ മതി. अभी नहीं पढ़ना, बाद में पढ़ना. ആമേൻ. ഞാൻ അതിൽ നിന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഈ മോൾ ഭാഗം വിവരിച്ചതുപോലെ തന്നെ എന്റെ ഭാഷയിൽ ഞാൻ വിവരിച്ചോട്ടെ. और जैसा पहले का भाग को मैंने बताया उसी तरह से अपनी भाषा में मैं संक्षेप में बताऊंगा. അവിടെ ഇസ്രായേലത്തെ മറ്റൊരു നിലയിൽ അവൻ ഊഹിച്ചുകൊണ്ട് യിരെമ്യാവിലൂടെ സംസാരിക്കുന്നു. अब इस्राएल के लोगों को दूसरे एक लोगों की समानता में यहाँ पर यिर्मयाह के द्वारा बात करता है. ഇസ്രായേലും അത് പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരു ദൃഷ്ടാന്തമായി അവിടെ പറയുന്നത് മോളിൽ കുട്ടകത്തിന്റെ കാര്യം കാവ് പറഞ്ഞ കുട്ടകം പറയുന്നെങ്കിൽ ഇവിടെ പറഞ്ഞ മട്ടിന്മേ തെളിഞ്ഞു നിൽക്കുന്നു. और यहाँ पर हम देखते हैं वहां पर अगर उस हंडी और उसका मेल के बारे में कहा तो यहाँ पर जो है तलतट के बारे में, उस बर्तन के बारे में लिखा गया है. ഒരു പാത്രത്തിനകത്ത് നിറയെ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കിടക്കുന്നു. एक बर्तन में एक साफ पानी, पारदर्शी पानी वहां पर भरा हुआ पड़ा है. മുകളിലത്തെ വെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ല. ऊपर की पानी में कोई भी खराबी नहीं. എന്നാൽ ആ പാത്രത്തിന് അടിയിലേക്ക് നോക്കിയാൽ കുഴഞ്ഞു മറിഞ്ഞ ചെടി അതിന്റെ അടിയിൽ അടിഞ്ഞു കിടക്കുകയാണ്. लेकिन उस बर्तन के नीचे अगर देखें तो उसमें कीचड़ है. അനേകരുടെ ജീവിതം പുറമേ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജീവിതമാണ്. कई लोगों के जीवन को बाहर से देखा जाए तो कोई कमी नहीं. ആ സ്വതന്ത്രം പറച്ചിലും അല്ലെലിയ പറച്ചിലും അന്യഭാഷ പറച്ചിലും ആ പ്രാർത്ഥനയും ആ കയ്യടിയും ആ ആരാധനയും ആ വാക്കും അങ്ങനെയുള്ള ബാഹ്യമായ പ്രകടനങ്ങളെല്ലാം കണ്ടാൽ വാസ്തവമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ദൈവവൈതൽ. उसकी प्रार्थना को, ताली बजाने को, अन्य भाषा बोलने की रीति को और अन्य तमाम प्रकार की बाहर की जो भी बनावटी है, जो भी बातों को देखा तो कहा जाएगा वो कितना अच्छा परमेश्वर का दास या विश्वासी. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ ഒരു ജീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. आयुब की किताब में एक खास एक ऐसा प्राणी के बारे में लिखा है. ആമേൻ. അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഇതിനെ ശാന്തമായിട്ട് പതുങ്ങി കിടക്കും. जब कोई समस्या नहीं है तो वो ऐसा शांत पड़ा रहेगा. എന്നാൽ ആ വാക്യം ഇങ്ങനെയാണ്, എന്നാൽ അതിനെ ഒന്ന് തൊട്ട് നോക്കുക, പോർത്തിട്ടം. लेकिन जब उसको हाथ लगाएगा तब पता चलेगा उसका स्वभाव. ഇവരുടെ ജീവിതത്തെ ശരിക്കും ബാധിക്കുന്ന ഒരു വിഷയത്തിന്റെ മുമ്പിൽ വരുമ്പോഴാണ് ഈ അടിയിലത്തെ മട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. तो इनके जीवन को सही मायने में अगर हम छूते हैं तब उनकी नीचे की गंदगी जो है वो ऊपर आता है. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടാതെ ദൈവകൃപയിലേക്ക് വരാതിരിക്കുന്ന ലോകമനുഷ്യനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ യെശയ്യാ പ്രവാചകം 57:20-21 നമ്മുടെ വായിക്കുമ്പോൾ മുഴുവനും ചേറും ചെളിയും കൊണ്ട് കലങ്ങി മറിഞ്ഞു നടക്കുന്ന ഒരു നദി എന്നാണ് പറയുന്നത്.
वहां पर यशायाह नबी की किताब में 57 का 20 और 21 में वहां पर जो विश्वास के अनुभव में नहीं आया उस व्यक्ति के बारे में कहता है, गंदगी से और मेल से मिला हुआ एक ऐसी अवस्था। ആ വാക്യം ശ്രദ്ധിച്ചോണം. യെശയ്യാ 57:20-21. यशायाह नबी का किताब 57 उसका 20 और 21. ആമീൻ ആമീൻ. അത് നമ്മളെ കുറിച്ച് ആത്മീയ ലോകത്തെ കുറിച്ച് പറയുന്നതല്ല, അത് പുറം ലോകത്തെ കുറിച്ച് പറയുന്നതാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ചേറും ചെളിയും കൊണ്ട് കലങ്ങി മറിഞ്ഞ് നടക്കുന്ന ഒഴുകുന്നതായ ഒരു നദി എന്ന് പറയുകയാണ്. वो आत्मिक लोगों के बारे में नहीं कहा है, प्रत्यक्ष रूप में बाहर के लोगों के बारे में ही वो लिखा गया है. वो इस तरह का एक नदी जिसमें कीचड़ और चेर से भरा हुआ है. ആമീൻ. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ആവറേജ് വിശ്വാസിയെ കുറിച്ച് പറയുമ്പോൾ, എല്ലാവരുടെയും കാര്യമല്ല, ശരാശരി വിശ്വാസിയെ കുറിച്ച് പറയുമ്പോൾ, लेकिन मसीह जीवन में जब आता है सब लोगों के बारे में नहीं, एक औसत विश्वासी के बारे में जब कहा जाता है, ഒരു ശരാശരി ശുശ്രൂഷകനെ കുറിച്ച് പറയുമ്പോൾ, एक औसत सेवक के बारे में जब कहा जाता है, മട്ടിന്മേൽ തെളിഞ്ഞു നിൽക്കുന്ന ആമീൻ ഒരു അനുഭവമാണ്. उस मेल के ऊपर पारदर्शी होकर क्लियर होकर खड़े होने वाला एक व्यक्ति. ആമീൻ. അവിടെ പറയുന്നത് ഇതിന്റെ ചെളി തിരിച്ചറിയണമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് അടുത്ത പാത്രത്തിലേക്ക് അതിനെ ഒന്ന് പകരണം, അന്നേരെ മനസ്സിലാകത്തുള്ളൂ. वहां पे लिखा है कि इसकी गंदगी को अगर समझना है तो एक बर्तन से दूसरी बर्तन में इसको डालना है. ജീവിതത്തിൽ ഏത് പരിശോധനയിലൂടെ കടന്നുപോയാലും ഏത് പരീക്ഷയിലൂടെ കടന്നുപോയാലും നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുവാൻ ദൈവഹിതമില്ലാത്ത ഒരു സ്വഭാവങ്ങളോ രീതികളോ പ്രവണതയോ ഇല്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. परमेश्वर हमको किसी भी परिस्थिति में डाले, कोई भी संदर्भ में क्यों ना हो, लेकिन हमारे जीवन से कोई भी मैल या गंदगी नहीं आएगा. इस तरह से हमें परमेश्वर से गवाही दिलवाना है. ഗെത്സമനിലെ അറസ്റ്റ് മുതൽ ക്രൂശിലെ മരണം വരെയുള്ളതായ ആ കഠോരമായ പീഡയോടുകൂടിയ മരണത്തിന് മുമ്പിൽ നമ്മുടെ കർത്താവിനെ ആദ്യം മുതൽ അന്ത്യം വരെ വായിച്ചു പഠിച്ചാൽ, गेत्सेमने में यीशु मसीह को जो गिरफ्तार किया गया, वहां से सलीब का जो अनुभव तक अगर पूर्ण रूप से यीशु मसीह को अगर हम पढ़ ले, പീലാത്തോസിന് പോലും ഒന്നും അരുതാത്ത തന്നെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. पीलातोस जो उसको न्याय किया वो भी यीशु मसीह के बारे में कुछ बुरा कह नहीं पाया. തന്നെ ബന്ധിക്കുന്നത് കണ്ടുകൊണ്ട് തന്നോട് സ്നേഹം കൊണ്ട് ഒരുത്തനെ വെട്ടിയപ്പോൾ അവന്റെ കാത് മുറിഞ്ഞു പോയിടത്ത് കർത്താവിന്റെ കാതിനെ സൗഖ്യമാക്കുന്ന അനുഭവമാണ് കാണുന്നത്. और जब उसे गिरफ्तार किया गया, उस सैनिक में से एक का जब कान को काट दिया गया, उसके कान को चंगा किया हुआ यीशु मसीह को हम देख सकते हैं. രണ്ട് കള്ളന്മാരും ഒരുപോലെ കർത്താവിനെതിരെ സംസാരിച്ചവരെങ്കിലും കർത്താവിന്റെ പെരുമാറ്റം കണ്ടിട്ട് കർത്താവ് ആരെന്ന് താൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മെശിഹ തമ്പുരാനെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കളെ പറയുമ്പോൾ ഇന്ന് നീ എന്നോട് പ്രതീക്ഷയിൽ ഇരിക്കുന്നു പറയാൻ മനസ്സുള്ളവനായ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. और दोनों चोरों ने एक जैसा उसको दोषी ठहराया, लेकिन उनमें से एक ने जब कहा तू जब प्रभुता पाकर आएगा तो मुझे स्मरण करना, तब यीशु मसीह ने कहा आज परदीसा में आज तू मेरे साथ होगा, ऐसा कहने वाला यीशु मसीह. ജീവിതത്തിൽ ഒരവസ്ഥയിലും എത്തിയിട്ടില്ലാത്ത വ്യക്തി തന്റെ കൂടെ കൂട്ടി ഒരു ശിഷ്യനാക്കി മാറ്റി ജീവിതത്തിന് എല്ലാ നിലയിലും ഒരു രൂപം ഉണ്ടാക്കി കൊടുത്ത യൂദായെ കർത്താവ് അവസാന നിമിഷത്തിലും വിളിച്ചത് സ്നേഹിത എന്നാണ് വിളിച്ചത്. और जीवन में जो कुछ नहीं बन पाया, ऐसे व्यक्ति को अपने साथ लाकर उसको अपने चेला बनाकर उसको भी आखिरी समय में हे मित्र ऐसा बुलाया. അദ്ദേഹത്തെ കുറിച്ച് ഒരു ശാപവാക്ക് പോലും പറയാതെ ഒരു സഹതാപത്തിന്റെ വാക്ക് മാത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. और उसके बारे में बिल्कुल कोई भी श्राप का बात नहीं कहा, केवल दया का, सहानुभूति का एक लफ्ज कहा. ആമീൻ ആമീൻ. അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടാനും മടങ്ങി വരുവാനും ധാരാളം അവസരങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. और उसको पुनर्स्थापना करने के लिए, वापस लौटने के लिए, मन फिराने के लिए बहुत से अवसरों को यीशु मसीह ने दिया. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് എനിക്ക് ഒരവസരം കൂടെ തന്നില്ലല്ലോ എന്ന് പറയുവാൻ ഇല്ലാത്ത നിലയിൽ അദ്ദേഹത്തിന് അവസരം കൊടുത്തു കർത്താവ്. मैं ऐसा विश्वास करता हूँ, मुझे और एक मौका नहीं दिया, ऐसा नहीं कह सकता, इतना मौका उस व्यक्ति को परमेश्वर ने दिया. ഒടുവിൽ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ ക്രൂശിച്ച ജനത്തിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചത്, പിതാവേ ഇവർ ചെയ്യുന്നത് അറിയാതെ ഇവരോട് ക്ഷമിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. आखिर में 3 किलो पर जब उस क्रूस पर लटकाया हुआ था, उस समय में भी लोगों के लिए प्रार्थना किया, हे परमेश्वर पिता ये जो करते हैं ये नहीं जानते, इसलिए इन्हें क्षमा कर. इस तरह से यीशु मसीह प्रार्थना किया.
ആമീൻ. തന്നെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ ക്രൂശിൽ പ്രാണനെ വിടുന്ന സമയം വരെയും ആ പീഡയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആ ശതാധിപൻ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ഒരു സമയം നമ്മൾ പഠിച്ചതുപോലെ ആമീൻ കർത്താവിന്റെ ഈ പെരുമാറ്റത്തെ കണ്ടുകൊണ്ട് മരണസമയത്ത് താൻ വിളിച്ചു പറഞ്ഞു, അവൻ വാസ്തവമായും ദൈവപുത്രനായിരുന്നു. और हमने पिछले दिनों में उस व्यक्ति के बारे में सुना, उस सरदार के बारे में, रोमन की जो सेना की सरदार था, यीशु मसीह को गिरफ्तार करने से वो सलीब पर क्रूस पर अपना प्राण जब तक छोड़ा, उसके बीच में यीशु मसीह की बर्ताव को देखकर यीशु मसीह ने जब अपने प्राण को छोड़ा तो वो यूं कहा, उसने ऐसा घोषणा किया, ये सचमुच परमेश्वर का पुत्र था। ജീവിതമാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. और कितना आदर्श का जीवन यीशु मसीह ने हमको प्रकट करके दिया। അപ്പൊ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ ഈ വെള്ളം ഏത് പാത്രത്തിൽ ഏത് പാത്രത്തിലേക്ക് ഏത് രൂപത്തിൽ തിരിച്ചും മറിച്ചും ഒഴിച്ചാലും മറിച്ചാലും ഒരു മട്ടും പുറത്തു വരാനില്ലെന്ന് പറയുന്ന നിലയിൽ നാം ആയിത്തീരേണ്ടതായിട്ടുണ്ട്. इसका मतलब क्या है? किसी भी बर्तन में, कोई भी बर्तन में आपको डाला जाए, उलट पुलट किया जाए, यहाँ से वहां पर बहा दिया जाए, तब भी आप में से कोई भी मेल उमड़ कर ना आए, ऐसा हमारा जीवन को बनना है। ഈ മട്ടിനെ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഒഴുക്കിക്കളയുന്നത് പരിശുദ്ധാത്മാവിന്റെ കുത്തൊഴുക്ക് നമ്മളിലേക്ക് വരുമ്പോഴാണ്. और इस मेल को हमारे जीवन से निकालता है जब पवित्र आत्मा का वो बड़ा बहाव हमारे जीवन में आएगा। ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ എന്തു സംഭവിച്ചാലും നമ്മുടെ ജീവിതം ഏത് അനുഭവത്തോടെ കടന്നുപോയാലും കർത്താവിനുള്ള സ്നേഹത്തിൽ അവരുടെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി നമ്മളെ നയിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. जीवन की कोई भी संदर्भ क्यों ना हो, किसी भी मुश्किल परिस्थिति क्यों ना हो, हर समय में परमेश्वर के दिव्य स्वभाव को प्रदर्शन अगर हमको करना है तो पवित्र आत्मा की अगुवाई से ही वो होगा। ഇങ്ങനെ രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എഫേസ്യരെ ഇങ്ങനെ വായിക്കുന്നു, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീ. एफेसियों की पत्री 6 में लिखा है, आखिर में सब में स्थिर रुकने के लिए परमेश्वर में और उसकी महिमा की उस मिरास में हमें बलवंत होना है। दोनों दो वचनों को एक साथ मिलाकर मैंने बोल दिया। അങ്ങനെയെങ്കിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ऐसा है तो परमेश्वर में और उसकी उस महिमा की उस प्रकट उस महान बल में अपने आप को हम समर्पण कर दे। ഒരു ക്ലാവുമില്ലാത്ത ജീവിതമായി നമ്മൾ പുറത്തു വരിക. बिना किसी मेल के, बिना गंदगी के हम लोग को पवित्र होकर बाहर निकलना है। നമ്മളെ അനുഭവിക്കുന്ന വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ട് നമ്മുടെ ദൈവ സ്നേഹത്തിൽ അനുഭവിക്കുവാൻ കഴിയട്ടെ. जो हमें अनुभव करते हैं बहुत ही स्वाद के साथ हमारा अनुभव करने पाए। ആരുടെ ആത്മീയത്തിന് നമ്മൾ നിമിത്തം ഒരു അലർജിയും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകാത്ത നിലയിൽ അശേഷം ക്ലാവില്ലാത്ത ഒരു ജീവിതമായി നമ്മൾ മാറട്ടെ. हमारे जीवन के वजह से किसी को कोई तकलीफ ना होने के लिए, किसी को कोई दुष्प्रभाव नहीं होने के लिए हमारा आत्मिक जीवन एक पवित्र जीवन होकर जीने के लिए प्रभु सहायता करने पाए। ഏത് പരീക്ഷയിലൂടെ കടന്നുപോയാലും, ഏത് പരിശോധന കടന്നുപോയാലും, ഏത് ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവിന്റെ ദിവ്യ സ്വഭാവമല്ലാതെ ഒന്നും നമ്മളിൽ നിന്ന് പുറത്തു വരാനില്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളായി തീരട്ടെ. कोई भी अवस्था क्यों ना हो, तकलीफ की अवस्था क्यों ना हो, दुख की अवस्था क्यों ना हो, परीक्षा या जांच की अवस्था क्यों ना हो, या फिर क्रूस की अवस्था भी क्यों ना हो, परमेश्वर के ईश्वर की स्वभाव प्रदर्शन करने के अलावा और कुछ हमारे जीवन में ना आए, इस तरह से आत्मिक उन्नति को हम पाए। ഈ ദിവസങ്ങളിൽ നമുക്ക് മാറിയിരുന്ന ദൈവസന്നിധിയിൽ കരയാം, മാറി ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യവും ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കണ്ട. എന്റെ കർത്താവേ, നിന്റെ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. इन दिनों में अलग होकर एकांत में हम प्रार्थना करेंगे और कोई भी बात हमको प्रार्थना नहीं करना है, मात्र इतना प्रार्थना करना है, हे परमेश्वर तेरी पवित्र आत्मा से मुझे भर दे। ബാല്യക്കാരുടെ വീഴും, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരുടെ വീഴും, യഹോവേ കാത്തിരിക്കുന്നവരോ ശക്തിയെ കൊടുക്കും. जवान लोग गिर जाएंगे, नौजवान लोग भी थक जाएंगे, लेकिन जो परमेश्वर की बाट जोहते हैं वो नहीं थकेंगे। അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. वो उकाब की नाई पंख मारकर वो ऊंचे उड़ेंगे। അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. അവർ കഴുകന്മാരെ പോലെ പറന്നുയരും. बिना थके वो दौड़ेंगे, वो रुकेंगे नहीं, वो चलते रहेंगे। उकाब की तरह अपने पंखों को फैलाकर वो ऊंचे पद में उड़ेंगे।
നടക്കേണ്ടടുത്ത് നടക്കാനുള്ള ബലം അവർക്കുണ്ട്, ഓടേണ്ടടുത്ത് ഓടാൻ അവർക്ക് ബലമുണ്ട്. ചിലപ്പോൾ പറപ്പിക്കുന്നതോടുള്ള വിഷയം വരുമ്പോൾ അവിടെയും പറക്കാനുള്ള ബലമുണ്ട്. जहाँ चलना है वहाँ चलने का बल उनमें है, जहाँ दौड़ना है वहाँ दौड़ने का बल है, और जहाँ उड़ना है वहाँ पर उड़कर जाने का बल उनको है। കാത്തിരിക്കുന്ന ഏത് ബാല്യക്കാരന് ലഭിക്കും, ഏത് യൗവനക്കാരന് ലഭിക്കും, ഏത് വൃദ്ധനും അത് ലഭിക്കും. बाढ़ जो होने वाला कोई भी बालक क्यों ना हो, कोई नौजवान क्यों ना हो, कोई भी बुजुर्ग क्यों ना हो, उसे भी वो मिलेगा। നമ്മുടെ ശരീരത്തിന് പ്രായമാകുന്നുള്ളൂ, നമ്മുടെ ആത്മാവിന് പ്രായമായിട്ടില്ല. केवल हमारा शरीर को उम्र लगता है, हमारी आत्मा का कोई उम्र नहीं है। വാത്സല്യ മാതാപിതാക്കളുടെ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ, നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ആത്മാവാണ്, ഒരു യൗവന ശക്തിയാണ് നമ്മുടെ ആത്മാവിന്. प्रिय माता पिता को याद दिलाना चाहूंगा, केवल हमारा शरीर जो है उसमें वो उम्र होता है, वो आयु आता है, लेकिन हमारी आत्मा नया आत्मा है, उसमें जवानी भरा हुआ है। हमें നിത്യതയിൽ നിങ്ങളൊരു വൃദ്ധനായിട്ടോ വൃദ്ധയായിട്ടോ അല്ല തേജസ്സിൽ വെളിപ്പെടാൻ പോകുന്നത്. യൗവനയുക്തനായ യേശു കർത്താവിന്റെ കൂടെ യൗവനയുക്തയായ കാന്തയായിട്ടാണ് വെളിപ്പെടാൻ പോകുന്നത്. और उस यीशु मसीह के आने में जो हमारा प्रकटन होगा, अनंतता में बूढ़ा और बूढ़ी बनकर हम नहीं जाएंगे, लेकिन उस नौजवान यीशु मसीह का एक दुल्हन बनकर उस यौवन में उस जवानी में भरकर हम लोग वहां पर दिखे जाएंगे। അതുകൊണ്ട് പ്രായഭേദം കൂടാതെ സകലരും 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 ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുക. പ്രാപിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ ആ ശക്തിയുടെ അത്യന്ത വലിപ്പം ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് എല്ലാറ്റിനും എല്ലാം നിറവിലോളമായി തീരുക. और इसीलिए बिना किसी आयु के, बिना किसी संदर्भ को ना देखते हुए सब लोग परमेश्वर की शक्ति के लिए प्रार्थना करें, और उस शक्ति को इस तरह से हम पाए जो परमेश्वर ने अपनी महिमा के धन के अनुसार उस परमेश्वर का सामर्थ्य को विश्वास करने वाले लोगों को वो शक्ति का प्रभाव के अनुसार जो दिया है, और उस कार्य को अनुसार आगे बढ़ने के लिए परमेश्वर हमारी सहायता करे। ഇങ്ങനെ ആകുന്ന നമുക്ക് നരകം മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. और ऐसा जो लोग हैं उनके लिए सिर्फ नरक है जिसका हमें नुकसान होगा, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുകയില്ല. इसके अलावा हमारे जीवन में और कोई नुकसान नहीं होगा। നമ്മുടെ ജീവിതം നിത്യതയിൽ ഒരു ലാഭമായി മാറാൻ പോവുകയാണ്. हमारा जीवन अनंतता में भी लाभदायक होगा। പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. पवित्र आत्मा आपकी सहायता करे।